ഇത് ഞങ്ങളുടെ $1,000,000 ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ജിമ്മിൽ മുടങ്ങാതെ പോവാം? ശരിക്കും എങ്ങനെയായിരിക്കും ഒരു ഐഡിയൽ ചീറ്റ് ഡേ? പട്ടിണി കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചാലുള്ള അവസ്ഥ. സ്പെഷ്യൽ ചീറ്റ് ഡേ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസിപ്ലിൻഡ് ഡേ അങ്ങനെ വെക്കരുത്. നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് എപ്പോഴും ട്രൈ ചെയ്യേണ്ടത്. ട്യൂസ്ഡേ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നി, വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കടിച്ചമർത്തി സൺഡേ വരാൻ വെയിറ്റ് ചെയ്തു. ട്യൂസ്ഡേ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബോധം ഉണ്ടാകുമോ, ഇന്ന് ഞാൻ ചീറ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ദിവസമല്ല, അപ്പോൾ ഞാൻ മേ ബി കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കഴിക്കും. ഇപ്പോഴും വെയിറ്റ് ലോസ് ജേർണി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെയർ ലോസ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് വീക്ക്ലി 1 or 2 times, ഇലക്കറികൾ, പിന്നെ സീഡ്സ്, ഇത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ. ഫുഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ലോസോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്കിൻ ഇഷ്യൂസോ ഒന്നും വരാതെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സ്ട്രെച്ചിങ് നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാം പീരിയഡ് ക്രാംസ് കുറയ്ക്കാൻ വേണ്ടി? ബെഡിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ചൈൽഡ് പോസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇരുന്നിട്ട് നമ്മുടെ ബട്ട് നമുക്ക് ഹീലിൽ പ്ലേസ് ചെയ്യുക, കൈ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കും. ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രാംസ് നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ലെഗ്സ് അപ്പോൺ ദ വാൾ, ഒന്നല്ല ഒത്തിരി സ്ട്രെച്ചസ് ഉണ്ട് അതിന്. പ്രീ പ്രഗ്നൻസി ടൈമിൽ വർക്കൗട്ട്സ് ആവശ്യമുണ്ടോ? കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം നോക്കി അത് റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് ആ കുട്ടിക്ക് കിട്ടും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ അബ്ഡോമിനൽ പ്രഷർ കൂടാത്ത വർക്കൗട്ട്സ് വേണം പ്രഗ്നൻസി സമയത്ത് ചെയ്യാൻ. ക്രഞ്ചസ്, പ്ലാങ്ക്സ്, അങ്ങനത്തെ വർക്കൗട്ട്സ് ഡയറക്റ്റ് നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ പ്രഷർ കൂടുന്ന വർക്കൗട്ട്സ്. അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയാസ്റ്റാസിസ് റെക്ടം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാൻ സാധ്യത ഒന്നും കൂടെ കൂടുതലാകും. കണ്ടീഷൻ വന്നാൽ എന്താ? വന്നാൽ ആഫ്റ്റർ ഡെലിവറി അവരുടെ കംപ്ലീറ്റ് ബോഡിയിലെ വെയിറ്റ് പോയിട്ടുണ്ടാവും, പ്രഗ്നൻസി വെയിറ്റ്, പക്ഷെ വയറ് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ശരിക്കും അൺഹെൽത്തി ആയിട്ടുണ്ടോ? നട്ട്സ്. ഇത്ര മണിക്കൂർ മുന്നേ നമ്മൾ പ്രീ വർക്കൗട്ട് ഫുഡ് കഴിക്കണം. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. ഇന്ന് നമുക്കൊരു ഒരു യാത്രയ്ക്ക് പോവാം. അതായത് വിമൻ ആൻഡ് ഹെർ ഫിറ്റ്നസ്. നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫിറ്റ്നസ്സിൻ്റെ ഒരു ജോൺറയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ അറിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ഫിറ്റ്ബേ വിത്ത് പൈൻ്റെ ഫൗണ്ടറായ ദൃശ്യ പൈ. ഹായ്. ഹായ് പൂജ, ഹൗ ആർ യു? ഐ എം ഗുഡ്. നമ്മളിപ്പോൾ ഫിറ്റ്നസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ലൈക്ക് വെൻ ഡു വി സ്റ്റാർട്ട് നമ്മളൊരു ഫിറ്റ്നസ് ജേർണി എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു ചെറുപ്പത്തിലെ ഒരു പ്രായത്തിലൊക്കെ നമ്മളൊരു വളരുന്ന ടൈമാണ്. അപ്പോൾ കുട്ടികൾ ഓൾറെഡി അവർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പോയി കളിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ആ സമയത്ത് നമ്മളൊരു പ്രോപ്പർ ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ ഒന്നും കടന്നു പോകുന്നുണ്ടാവില്ല. ബട്ട് പിന്നീട് ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നേക്കാം. അപ്പോൾ വെൻ ഡു വി സ്റ്റാർട്ട് ലൈക്ക് നമ്മുടെ ഒരു ഫിറ്റ്നസ് ജേർണി? ഒരു പെൺകുട്ടിയുടെ ഫിറ്റ്നസ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഏജിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്കൊരിക്കലും നമ്പർ ഇട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എത്രത്തോളം നേരത്തെ ആ കുട്ടി ഫിസിക്കലി ആക്റ്റീവ് ആവുന്നോ, ആൻഡ് എത്രത്തോളം കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആവുന്നോ അതിൻ്റെ ബെനിഫിറ്റ്സ് ആ കുട്ടിക്ക് ലോങ് ടേം ആയിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മളൊരു ഗേൾ വേഴ്സസ് ബോയ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോയിനേക്കാളും ബോൺ ഡെൻസിറ്റി ഒക്കെ വിമന് കുറവാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ ഫ്യൂച്ചറിലൊക്കെ ഓസ്റ്റിയോപൊറോസിസ് ഇഷ്യൂസ് ഒക്കെ കൂടുതലും സ്ത്രീകൾക്കാണ് വരുന്നത്. ഓസ്റ്റിയോപൊറോസിസ് അതായത് ഹോൾസ് വരിക, ബോൺസിൽ ഹോൾസ് വരിക. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത് സ്ത്രീകൾക്കാണ്, ആണുങ്ങൾക്ക് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പ്രോൺ ആണ് എപ്പോഴും വിമൻസ് ഹെൽത്ത്, വിമൻസിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബോഡി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ അതിൻ്റേതായ അറ്റൻഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എത്രയും നേരത്തെ ആ കുട്ടി ഫിസിക്കലി ആക്റ്റീവ് ആവുന്നോ അതുപോലെ എത്രത്തോളം കൂടുതൽ ആ കുട്ടി ഫിസിക്കലി ആക്റ്റീവ് ആവുന്നു, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ കുട്ടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഏജ് എന്നല്ല, എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമോ അത്രയും നല്ലത്. കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫ് എടുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ഫേസിലൂടെ ആ കുട്ടി കടന്നു പോകുന്നു അല്ലേ. റൈറ്റ് ഫ്രം ദ മെനാർക്കി, ഓക്കെ, അവിടെ നിന്ന് തുടങ്ങുക ഹോർമോണൽ ചേഞ്ചസ്. പിന്നെ പ്രഗ്നൻസി ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്, പിന്നെ നമ്മൾ ആ മെനോപോസ് സ്റ്റേജിലേക്ക് വരുന്നു. സോ മെനി ചേഞ്ചസ് ആണ് ആ കുട്ടി ഗോ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ബോഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതൊരു ജിം വർക്കൗട്ട് എന്നല്ല, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു ഡാൻസോ സ്പോർട്സോ ആ കുട്ടിക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്.
അതായത് ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് ആ കുട്ടിക്ക് എന്തായാലും ഉണ്ടാവും. ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും പറയണത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക്സ് അങ്ങനെയാണ്, നമ്മുടെ ജീൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു രീതിക്ക് അത് മേ ബി നമ്മുടെ മീൻസ് ഒരു ബോഡി ഷേപ്പിനെ തന്നെ മേ ബി എഫക്റ്റ് ചെയ്തേക്കാം. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട്സ് എഫക്റ്റിംഗ് അവർ ലൈക്ക് ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി മാസ് എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ കൂടുതൽ കഴിക്കുന്നതും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ബോഡി വെയ്റ്റ് കൂടുമോ? ലൈക്ക് വാട്ട് ഓൾ റീസൺസ് ബിഹൈൻഡ് ദിസ്? ആക്ച്വലി ജീൻസിന് ഒരു മേജർ പാർട്ട് അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മേ ബി എൻ്റെ ബോഡി ടൈപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ജീൻസിൽ മേ ബി ഫാമിലി ഹിസ്റ്ററി കാരണം ചിലപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് വരാൻ ചാൻസസ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ടാവും. അതുപോലെ ഏത് ബോഡി പാർട്ടിൽ എവിടെ ഫാറ്റ് കൂടുതൽ വരുന്നു, ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീൻസിൽ ഓൾറെഡി അതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജീൻ എന്ന് പറയുന്ന ഒരു ഗണ്ണാണെന്ന് വിചാരിക്കുക, പക്ഷെ അതിനെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ജീൻസിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഡയബറ്റീസൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്താൽ അത് ട്രിഗേർഡ് ആവില്ല. ഓക്കെ, അത് ഓഫായിട്ട് കിടക്കും, ആ ജീൻ അവിടെ സപ്രസ് ചെയ്ത് കിടക്കും. അത് എക്സ്പ്രസ്ഡ് ആവുക നമ്മൾ ലൈഫ് സ്റ്റൈൽ മോശമാകുമ്പോഴാണ്. നമ്മളെപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നോ, എപ്പോൾ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പർ ആകാതെ പോകുന്നോ, അതുപോലെ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ അശ്രദ്ധ കാണിക്കുന്നോ അപ്പോൾ ഇത് ട്രിഗേർഡ് ആവും ആൻഡ് ആ ജീൻ എക്സ്പ്രസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് കീ ഉള്ളത്. പക്ഷേ ഒരു മേജർ പാർട്ട് അതിൻ്റെ ബേസ് ഫൗണ്ടേഷൻ നമ്മുടെ ജീൻസിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നത് അതൊരു ഫാക്റ്റാണ്. അപ്പോൾ 90% ഓഫ് ദ ലൈഫ് എപ്പോൾ സ്ട്രെസ്സിലേക്ക് പോകുന്നോ അതും ഒരു മേജർ റോൾ എടുക്കുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സ് മാത്രം മതി. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും 90% ഓഫ് ദി ലൈഫ് സ്ട്രെസ് ആണെങ്കിലുണ്ടല്ലോ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ആയിട്ട് വരും. വെയിറ്റ് ഗെയിൻ അത് ട്രിഗർ ചെയ്യും. അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്ന അതായത് ഇമോഷണൽ ഫിറ്റ്നസ്സും ഒരു മേജർ റോൾ എടുക്കുന്നുണ്ട്. ഒരാളുടെ ബോഡി ഫിറ്റ്നസ്സിൽ തന്നെ ഹിഡൻ ആയിട്ട് ഇമോഷണൽ ഫിറ്റ്നസ്സും അവിടെ കിടപ്പുണ്ട്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. യെസ്. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഈ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം എന്തായാലും മുതിർന്നവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇടയിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാതെ മിസ് ചെയ്തു പോകുന്ന അങ്ങനത്തെ കുറേ ലൈഫ് സ്റ്റൈൽ, ബിക്കോസ് നമ്മൾ അതിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കതിൽ ഒരു കാര്യം ചോദിക്കാൻ തോന്നിയത്. കാരണം ഇപ്പം ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്നപ്പം നമുക്കൊരു ഡെയിലി ഒരു 6 മണിക്ക് എണീക്കുക, പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 8 മണിയുടെ ഉള്ളിൽ കഴിക്കും, പിന്നെ സ്കൂളിൽ പോവുക, സ്കൂളിൽ ഒരു 12:30 ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കും, പിന്നെ അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, പിന്നെ രാത്രി ഒരു 8 മണിയുടെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിച്ച് നമ്മളൊരു 10 മണിക്ക് കിടന്നുറങ്ങും. ഇതായിരുന്നു ആ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഭയങ്കര ഗ്യാസ് ട്രബിളും കാര്യങ്ങളും, കാരണം നമ്മൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയിരുന്ന ഒരാൾക്കാരാണ്. ഇപ്പോൾ ആക്ച്വലി ചിന്തിക്കുമ്പോൾ ഇതേപോലെ ഈ ബർഗർ അല്ലെങ്കിൽ ഈ ചിപ്സ് ഇങ്ങനത്തെ കാര്യമൊന്നും അന്ന് എനിക്കൊന്നും ആക്സസ് ചെയ്യാല്ലായിരുന്നു. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലൈക്ക് ഗുഡ് അവരുടെ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഡിസിപ്ലിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാറ്റിനും ഒരു പ്രോപ്പർ ടൈം ലൈൻ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ബോഡി നമ്മുടെ കാര്യങ്ങൾ ഓരോ ആക്ഷൻസും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ബോഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് ഫുഡ് കഴിക്കുന്നു, എത്ര മണിക്ക് നമ്മൾ ഉറങ്ങുന്നു, അപ്പോൾ അതെല്ലാം നമ്മൾ ബോഡി അതിനനുസരിച്ചിട്ട് ഒരു ബോഡിക്ക് ഉള്ളിലും ഫങ്ഷനിങ്ങിനും ഒരു റുട്ടീൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുക. എപ്പോൾ ഈ റുട്ടീൻ ബ്രേക്ക് ആവുന്നോ അത് സ്ലോലി നമ്മുടെ ഹോർമോൺസിനെ, നമ്മുടെ ഇൻറ്റേർണൽ ഓരോ പ്രവർത്തനങ്ങളെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു. സോ ആസ് പേരൻസ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പേരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. ഈവൻ ഫുഡ് ടൈമിലാണെങ്കിലും ബാക്കി എല്ലാ റുട്ടീനിലും ഒരു പർട്ടിക്കുലർ ടൈമിംഗ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ പലരും ഭയങ്കര സോഷ്യൽ ലൈഫിനൊക്കെ വേണ്ടി മേ ബി ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉറക്കം കിട്ടുന്നില്ല, കുട്ടികൾ സ്ക്രീൻ ടൈം ഒത്തിരി യൂസ് ചെയ്യുന്നു നൈറ്റ് ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഫോക്കസ്, ബ്രെയിൻ, ഈവൻ അവരുടെ ബോഡി ഹെൽത്ത്, ഫിറ്റ്നസ് ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ഹാവ് ടു ബി അവെയർ. ലൈക്ക് കുട്ടികളുടെ ഇപ്പോഴത്തെ നമ്മളൊരു ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ ലോങ് ടേമിന് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു ഡിസിപ്ലിൻ ആൻഡ് ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അവർക്ക്. നമ്മളിപ്പോൾ ജീനിനെ പറ്റിയിട്ട് സംസാരിച്ചോളൂ. അതായത് ജനറ്റിക് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ അടിയിൽ സപ്രസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിലൂടെ ഒരുപാട് പേര് ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ വന്നേക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ വെയിറ്റ് ഗെയിനിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ ഈ ജീനിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിലൊന്നും അല്ലാതെ തന്നെ തടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും പ്രോസസ്സ് സെയിം ആണോ? ഇവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ സെയിം പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് തടി കുറയ്ക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഇവിടെ 2 കേസുണ്ട്. ചിലർക്ക് ബൈ ബർത്ത് തന്നെ മെറ്റബോളിസം ഇച്ചിരി കുറവായിരിക്കും. ഓക്കെ, ചിലർക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും. അപ്പോൾ മെറ്റബോളിസം കുറവുള്ള ആൾക്കാരാണ് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? എനിക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്താലും തടി കുറയാനൊന്നും പോകുന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മളവിടെ ഗിവ് അപ്പ് ചെയ്യുക. നേരെ മറിച്ചിട്ട് ഇപ്പോൾ അവർ വെൽ അവെയറാണ്. സോ എൻ്റെ ജീനിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, എൻ്റെ മെറ്റബോളിസം ഇച്ചിരി കുറവാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് പെട്ടെന്ന് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വെയിറ്റ് ഗെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്വിക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ മെറ്റബോളിസം? ഓക്കെ, അപ്പോൾ അവർക്ക് തന്നെ ഫീഡ്ബാക്ക് പറയാനുണ്ടാവും, ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ മെറ്റബോളിസം അവരുടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, എങ്ങനെ അവരുടെ കാലറി ബേൺ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ സ്ട്രാറ്റജീസ് പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഈവൻ നമുക്ക് ഫുഡിൽ തന്നെ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബ്സ് മാത്രമായിരിക്കും കഴിക്കുന്നത്, അതായത് മെയിൻ പാർട്ട് ഓഫ് ദ മീൽ പ്ലേറ്റ് മേ ബി അവരുടെ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കാം. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് ഐറ്റമാണ്. ഓക്കെ, ഫുഡ് ഗ്രൂപ്പാണ് കാർബോഹൈഡ്രേറ്റ്. അതായത് പെട്ടെന്ന് ഡൈജഷൻ നടക്കും, പെട്ടെന്ന് ഈസിയാണ്, അധികം കാലറി ബേൺ ബോഡിയിൽ നടക്കുന്നില്ല. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം കുറച്ച് എക്സാമ്പിൾ എടുത്ത് പറയും, ചോറ് അങ്ങനത്തെ. അതെ, അതായത് ചോറ്, ചപ്പാത്തി, ഇതെല്ലാം കാർബ്സിൽ വരുന്ന ഫുഡ് ഐറ്റംസ്. ഇതിപ്പോൾ പൊറോട്ട, എല്ലാവർക്കും മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പൊറോട്ടയൊക്കെ. അപ്പോൾ ഇതൊക്കെ കാർബ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആവുന്ന കൈൻഡ് ഓഫ് ഫുഡാണ്, പെട്ടെന്ന് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ നമ്മൾ കാർബ്സ് മാത്രമായിട്ടുള്ളൊരു ഫുഡ് കഴിക്കുമ്പോൾ അത് അവിടെ കാലറി ബേൺ, ഇൻഡയറക്റ്റ് കാലറി ബേൺ നടക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ ആൻഡ് ഫൈബർ വെച്ച് ബാലൻസ് ചെയ്യുക. അത് ഇനഫ് ക്വാണ്ടിറ്റിയിൽ ബാലൻസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഈവൻ റെസ്റ്റ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഈവൻ നമ്മൾ പ്രോട്ടീൻ ഫുഡ് ഇച്ചിരി കൂടെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ കാലറി ബേണിങ് നമ്മൾ അറിയാതെ അവിടെ ഇൻഡയറക്ട്ലി ആ ഒരു ഡൈജഷൻ പ്രോസസ്സിൽ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റബോളിസം കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ മീൽ പ്ലേറ്റ്സ് ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡയറക്ട്ലി നമ്മൾ അറിയാതെ അവിടെ നമ്മൾ കാലറി ബേൺ ഏഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ പല സ്ട്രാറ്റജീസും നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ വേറെ കുറേ സ്ട്രാറ്റജീസാണ്. അതുപോലെ ആഫ്റ്റർ ദ മീൽസ് നടക്കുക, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവരായിരിക്കും, എസ്പെഷ്യലി PCOD ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും അവർ. അതായത് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് ബ്ലഡ് സ്പൈക്ക് പെട്ടെന്ന് നടക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവരുടെ ബോഡിയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആഫ്റ്റർ ദ മീൽസ് വാക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, ഈ സ്പൈക്സ് നമുക്ക് കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പല സ്ട്രാറ്റജീസ്, എവറി മീൽ കഴിയുമ്പോൾ വാക്ക് ചെയ്യുക, ഇങ്ങനെ ചെറിയ ചെറിയ വാക്ക് എന്ന് പറയുമ്പോൾ എത്ര സമയം വരെ? അത് ഡിപ്പെൻസ് ആണ്, ഒരു 5 to 10 minutes ആണെങ്കിലും മതി. ഓക്കെ, നമ്മൾ സെഡൻറ്ററി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ടിവിയുടെ മുമ്പിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഡെസ്കിൻ്റെ മുന്നിൽ ഇരിക്കുക, അങ്ങനെ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു സ്ട്രോൾ എടുത്തിട്ട് വന്നിരിക്കുന്നതിന് പോലും അതിന് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ജീൻപരമായിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് മെറ്റബോളിസം ഒക്കെ കുറവാണെങ്കിൽ, ഇങ്ങനെ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കോപ്പപ്പ് ചെയ്യാം. ഇപ്പം അണ്ടർ വെയ്റ്റ് നമുക്കൊരു ആൾക്കാർക്ക് അണ്ടർ വെയ്റ്റ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ അണ്ടർ വെയ്റ്റ് വരുന്നത്? എത്ര കഴിച്ചാലും തടി വെക്കില്ല, അല്ലെങ്കിൽ എത്ര നമ്മൾ വർക്കൗട്ട് ചെയ്താലും എന്തായാലും ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ബോഡി എന്നുള്ള രീതിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. വൈ അണ്ടർ വെയ്റ്റ് സംഭവിക്കുന്നത്? അതിൽ 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റബോളിസത്തിന് ഒരു റോളുണ്ട്. നമ്മുടെ ജീൻപരമായിട്ട് ബൈ ബർത്ത് തന്നെ ചിലർക്ക് മെറ്റബോളിസം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ചാലും അത് പെട്ടെന്ന് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആയിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്യും ബോഡി. ഓക്കെ, അത് ഫാറ്റായിട്ട് സ്റ്റോർ ആവില്ല, അത് ബൈ ബർത്ത് കിട്ടുന്നതാണ് ചിലർക്ക് അങ്ങനെ. പിന്നെ ഉള്ളത് ഫാറ്റ് സെൽസിൻ്റെ എത്ര ഫാറ്റ് സെൽസ് ഉണ്ടെന്ന്. ഇപ്പം എൻ്റെ ബോഡിയിൽ എത്ര ഫാറ്റ് സെൽസ് ഉണ്ട് എന്നുള്ളത് അത് ആ ഒരു നമ്പർ ആയിരിക്കില്ല പൂജയുടെ. അതുപോലെ വേറൊരാളുടെ ബോഡിയിലും അവരുടെ ബോഡിയിൽ എത്ര ഫാറ്റ് സെൽസ് ഉണ്ടെന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് സെൽസ് കൂടുതലുള്ളൊരു ബോഡി ടൈപ്പ് ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് വെയിറ്റ് ഗെയിനിന് പോസിബിലിറ്റി ഉണ്ട്. കാരണം ഫാറ്റ് സെല്ല് നമ്മുടെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ എപ്പോൾ എക്സ്ട്രാ കാലറീസ് കഴിക്കുന്നോ ആ ഫാറ്റ് സെല്ല് എക്സ്പാൻഡഡ് ആവും. ഓക്കെ, നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറാണ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാറ്റ് സെല്ല് ചുരുങ്ങും. അപ്പോൾ ഫാറ്റ് സെൽസ് കൂടുതലുള്ള ഒരു ബോഡിയാണ് ഒരാളുടെ എങ്കിൽ അങ്ങനത്തെ ആൾക്കാരും പെട്ടെന്ന് തടി വെക്കും. കുറവുള്ള ഒരാളാണെങ്കിൽ പിന്നെ അവിടെ സ്റ്റോർ ചെയ്യാനൊന്നുമില്ല, ഫാറ്റ് സെൽസ് ഓൾറെഡി കുറവാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചിലപ്പം ബോഡിയിൽ നമുക്ക് വിസിബിളായിട്ട് ഫാറ്റ് കാണില്ല അങ്ങനെയുള്ളവരുടെ.
അപ്പോൾ ഈ അണ്ടർ വെയ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണോ ഞാൻ കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ്. വെയിറ്റ് ഗെയിനും അണ്ടർ വെയ്റ്റും നോക്കുമ്പം ഏതാണ് മോർ ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്? നമുക്കൊരിക്കലും വെയിറ്റ് മാത്രം വെച്ചിട്ട് ഒരാൾ ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യുന്നേക്കാളും ഒരു ഹൈക്കിന് പോകണം. ഓക്കെ, അപ്പോൾ ഹൈക്കിന് പോകണമെങ്കിലും നമുക്കത് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഫിറ്റ്നസ്സിന് അവിടെയാണ് ഫിറ്റ്നസ് വരുന്നത്. ചിലപ്പം അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്ക് തന്നെ ചിലപ്പം കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, ഹൈക്കിങ്ങിന് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. നേരെ മറിച്ച് അത്യാവശ്യം തടിയുള്ള ആൾ തന്നെ വളരെ ഈസി ആയിട്ട്, എനിക്ക് തന്നെ പരിചയമുള്ള ഒരാളുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ആൾ നന്നായിട്ട് ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പോവും, ആൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഓക്കെ, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഒരാളുടെ വെയിറ്റ് അല്ല നമുക്ക് ഒരാൾ ഫിറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾ തന്നെ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആൾക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്. പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഒരാളാണെങ്കിൽ അതൊരു അലാമിങ് സൈനാണ്. അതുപോലെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫീലിംഗാണ്. ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് മാത്രമല്ല നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലാണ് ഫിറ്റാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയേണ്ട കാര്യം കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ ബോഡി നമുക്ക് അൺഹെൽത്തി ആണെന്ന് തോന്നുന്ന മൊമെൻ്റ് ഏതായിരിക്കും? എന്തൊക്കെ സിംറ്റംസും എന്തൊക്കെ സൈൻസ് നമ്മുടെ ബോഡി തരുമ്പോഴായിരിക്കും നമുക്ക് തന്നെ മനസ്സിലാവുക ഓക്കെ ദിസ് ഇസ് അൺഹെൽത്തി എന്നുള്ളൊരു കാര്യം? നമ്മുടെ ബോഡി ഭയങ്കര ബ്രില്യൻ്റാണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അപ്പോൾ അത് തന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. മേ ബി നമ്മൾ ഫിറ്റ് അല്ല എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പം നമുക്കൊരു ബോഡി പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നടുവേദന വരുന്നു, അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുക മേ ബി നമ്മുടെ കോർ സ്ട്രെങ്ത് വീക്ക് ആവുന്നുണ്ട്, സ്പൈനിലേക്ക് എക്സ്ട്രാ ലോഡ് വരുന്നുണ്ട്, അതൊരു ഇൻഡിക്കേഷനാണ്. ഓക്കെ, അതുപോലെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് തീരെ എനർജി ഇല്ല, രാവിലെ എണീറ്റ് എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷനാണ് ഞാൻ ഫിറ്റല്ല, ഞാൻ ശ്രദ്ധിക്കാനുള്ള സമയമായി. അതുപോലെ കോൺസ്റ്റിപ്പേറ്റഡ് ആവുന്നു, ഡെയിലി നമുക്ക് മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ് എൻ്റെ ഗട്ട് ഹെൽത്ത് വീക്കാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു നമ്മളൊരു സ്റ്റെയർ കയറാൻ പോവാണ്. അപ്പോൾ കയറുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങുന്നു, നമുക്ക് ഒരു 1 ഫ്ലൈറ്റ് സ്റ്റെയർ പോലും കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ്, കുറേ അലാമിങ് സൈൻസ് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ ഫിറ്റ്നസ്, ഞാൻ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഒരു ഫീലിംഗാണ്. ഓക്കെ, നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഓരോ ആക്ടിവിറ്റിയും നമുക്ക് തടസ്സപ്പെടുന്നോ, നമ്മൾ ഡെയിലി മോഷൻ പോകുന്നത് ഇപ്പോൾ പ്രോപ്പറായിട്ട് പോകുന്നില്ല, ഇങ്ങനെ എല്ലാ ഇൻഡിക്കേഷനും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബോഡി തന്നെ നമ്മുടെ അടുത്ത് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് ലിസൺ ചെയ്ത് നമ്മൾ ആക്ഷൻ എടുക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ. ഇപ്പം കമ്മിങ് ബാക്ക് ടു ലൈക്ക് നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പം മെൻസ്ട്രൽ ആ ഒരു സമയം, നമ്മൾ പീരിയഡ്സ് ആവുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് കാര്യങ്ങൾ വരുത്തും. ഇപ്പം ചില ആൾക്കാർ ഈ പീരിയഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യണത് ബുദ്ധിമുട്ടാണ്, കാരണം പെയിനും കാര്യങ്ങളും. ചില ആൾക്കാർ ഇല്ല, നല്ലതാണ് വർക്കൗട്ട് ചെയ്താൽ പെയിനും കാര്യങ്ങളും പോവും എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിക്ക് പോകുന്ന ആൾക്കാർക്ക് പീരിയഡ്സ് ടൈമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണോ വർക്കൗട്ട് ചെയ്യാത്തതാണോ, എന്താണ് ആക്ച്വലി നല്ലത്? ആക്ച്വലി ഓരോ സ്ത്രീയുടെയും പീരീഡിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റാണ്. ഓക്കെ, ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും പീരീഡ്സ്, ജസ്റ്റ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പൊതുവേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഡ്രോപ്പ് ആവുന്ന ടൈമാണ് നമ്മുടെ പീരീഡ്സ് ഉണ്ടാവുന്ന ടൈം. ഓക്കെ, ആ സമയത്ത് പൊതുവേ നമുക്ക് എനർജി, ഈ ഹോർമോണൽ ഡ്രോപ്പ് ഉള്ള കാരണം തന്നെ നമുക്ക് എനർജി ഭയങ്കര ഡ്രോപ്പ് ആയിട്ടുള്ളൊരു ടൈമായിരിക്കും. അപ്പോൾ ആ സമയത്ത് പൊതുവേ നമ്മൾ സജസ്റ്റ് ചെയ്യാറ് ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് വർക്കൗട്ട്സ് ചെയ്യണം എന്നില്ല. അതിന് പകരം ലോ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട്സ്, സ്ട്രെച്ചിങ്സ്. പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് വർക്കൗട്ട് ഈ ഒരു സമയത്ത് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ എൻ്റെ ക്രാംസിൽ തന്നെ നല്ലൊരു റിഡക്ഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് ക്ലയൻസ് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ പലരും ക്രാംസ് ആണെങ്കിൽ ബെഡിൽ നിന്ന് ചിലപ്പോൾ എണീക്കാൻ പോലും അവർക്ക് പറ്റില്ല. ഓക്കെ, മൂലയിലൊരു കിടപ്പായിരിക്കും, ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് തോന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ബെഡിൽ വെറുതെ കിടക്കുന്നതിന് പകരം ബെഡിൽ തന്നെ സ്ട്രെച്ചസ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു പീരീഡ് ക്രാംസിൽ നല്ല റിലീഫ് തോന്നും. ഓക്കെ, ആൻഡ് അവർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളൊരു എനർജിയും അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഏത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ ആളുടെയും ഓരോ സ്ത്രീയുടെയും
പീരീഡ് എക്സ്പീരിയൻസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുക. എന്നാലും ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ടൈമിൽ നല്ലതാണ്. കാരണം അതിന് നമുക്ക് ഒത്തിരി ജമ്പിങ് ആക്ടിവിറ്റീസ്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് വരുന്നില്ലല്ലോ. ലോ വെയ്റ്റ്സിലൊക്കെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ പീരീഡ് സമയത്ത് നല്ലതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഒരു വർക്കൗട്ട് പ്ലാൻ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കുറേ ജമ്പിങ് ജാക്ക് ചെയ്യും, കുറേ ബർപ്പീസ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു സ്ത്രീയുടെ ബോഡി അതൊന്നും ചെയ്യാൻ ഫിറ്റ് ആയിരിക്കില്ല. ഓക്കെ, നമ്മുടെ എന്താണ് നമ്മുടെ ബോഡി ലാക്ക് ചെയ്യുന്നത്, മേ ബി അവിടെ സ്ട്രെങ്ത് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു സ്ത്രീക്ക് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്ന എക്സസൈസ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടി വരിക. ചിലപ്പോൾ അവർക്ക് റേഞ്ച് ഓഫ് മോഷൻ തീരെ കൈ പൊക്കാൻ പറ്റുന്നില്ല, മൊബിലിറ്റി ആയിരിക്കും ചിലരുടെ ഇഷ്യൂ. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ തന്നെ അതിൻ്റെ ചേഞ്ചസ് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ പീരീഡ്സിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ചിലപ്പം പീരീഡ് ക്രാംസ് ഒത്തിരി ഉള്ള ഒരാൾ അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഫിറ്റ്നസ് പ്ലാനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ പീരീഡ് ക്രാംസിൽ തന്നെ, പീരീഡ് എക്സ്പീരിയൻസിൽ തന്നെ അവർക്ക് ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പീരിയഡ്സ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് ഈ മെനപ്പോസിനും നമുക്ക് ബാധിക്കുമോ? ഏർലി മെനപ്പോസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്നത്? ആക്ച്വലി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ബെനിഫിറ്റ്സേ ഉള്ളൂ. അതൊരു ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് വർക്കൗട്ട് കാരണം നമുക്ക് ഒരിക്കലും വരില്ല. കാരണം നമ്മുടെ ബോഡി ഈസ് ഡിസൈൻഡ് ഫോർ മൂവ്മെൻറ്റ്, നോട്ട് ഫോർ റെസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ബോഡി ആക്റ്റീവായിട്ട് വെക്കുന്നോ അതിന് പോസിറ്റീവ് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെനപ്പോസിൻ്റെ ഡ്യൂറേഷന് എപ്പോൾ ആകുന്നു എന്നുള്ളതിനൊന്നും അതിന് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫിറ്റ് ആവണം, അത് എത്രയും പെട്ടെന്ന് ഫിറ്റ് ആവണം എന്നൊക്കെയുള്ള ഒരു പൊതുവെ ഇപ്പം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് നോക്കുകയാണെങ്കിലും പെട്ടെന്ന് എത്ര സമയത്തിനുള്ളിൽ തടി കുറയ്ക്കാം അല്ലെങ്കിൽ തടി കൂട്ടാം, ഈ ഒരു സംഭവം ആക്ച്വലി എത്ര ഡ്യൂറേഷൻ എടുക്കും നമുക്കൊരു എന്താ പറയുക തടി കുറയ്ക്കാനോ അല്ലെങ്കിൽ തടി വെക്കാനോ എത്ര ഡ്യൂറേഷൻ എടുക്കും? ആക്ച്വലി ഡ്യൂറേഷൻ എത്ര എടുക്കും എന്നുള്ളത് ആളുടെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് ലെവൽ, എത്രത്തോളം ഫാറ്റ് ആളുടെ ബോഡിയിലുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. പലർക്കും ക്വിക്ക് റിസൾട്ട്സാണ് വേണ്ടത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഇപ്പോൾ ഒരു ടോയ് എടുക്കുക. ഓക്കെ, ടോയ്ക്കകത്ത് കുറേ പഞ്ഞി നിറച്ച് വെച്ചായിരിക്കും ഒരു ടോയ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബഞ്ച് ഓഫ് ആ ഒരു കോട്ടൺ എടുത്ത് മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഡിഫറൻസ് തോന്നില്ല. ഇത് തന്നെയാണ് ഒരു വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. അവരൊരു 1 വീക്ക് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നേ ഉള്ളൂ, എനിക്ക് റിസൾട്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ ഡ്രോപ്പ് ചെയ്യും. പക്ഷേ ശരിക്കും ഒരു ചെറിയൊരു മാറ്റം അവിടെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്കത് വിസിബിൾ ആയിരിക്കണം എന്നില്ല. വിസിബിൾ ആവണമെങ്കിൽ മേ ബി നമ്മളൊരു 2 മന്ത്സോ അല്ലെങ്കിൽ 3 മന്ത്സോ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടൊരു ചേഞ്ച് വരിക. ഓക്കെ, മാത്രമല്ല നമ്മൾ ഫാറ്റിൻ്റെ ഒരു പ്രത്യേകത, അതിന് ഭയങ്കര ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അതായത് പഞ്ഞി പോലെ തന്നെയാണ് നമ്മുടെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒത്തിരി എടുത്ത് മാറ്റുമ്പോഴായിരിക്കും വെയിറ്റിൽ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോഗ്രസ് നോക്കുന്ന വെയിങ് സ്കെയിൽ കയറി നിന്നിട്ടാണ്. ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി ഫാറ്റ് റിമൂവ് ആയി കഴിയുമ്പോൾ മാത്രമേ വെയിങ് സ്കെയിൽ അത് മേ ബി റിഫ്ലക്റ്റഡ് ആകാൻ തുടങ്ങുള്ളൂ. ചിലർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടാവും, പക്ഷേ മേ ബി വെയിങ് സ്കെയിൽ അത് കാണണമെന്നില്ല. കാരണം ഫാറ്റിൻ്റെ ഡെൻസിറ്റി കുറവല്ലേ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റണം എന്നില്ല. ദാറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരാഴ്ചയിൽ വണ്ണം കുറയ്ക്കാം. അപ്പോൾ ഇത് കണ്ട് ആണ് നമ്മൾ ശീലിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ശരിക്കും ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്വിക്ക് റിസൾട്ട് നോക്കിയിട്ടുള്ളതല്ല. അതിനൊരു ലോങ് ടേം ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു ചേഞ്ച് വരിക. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒത്തിരി അഡ്മയർ ചെയ്യുന്നതാണ് റിമി ടോമിയുടെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ റിമി ടോമിയൊക്കെ വിത്തിൻ ഫ്യൂ മന്ത്സ് ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ അല്ല അവർക്ക് വന്നേക്കുന്നത്. അവർ കുറേ വർഷങ്ങളോളം അവരുടെ ഒരു ഡിസിപ്ലിൻ റുട്ടീൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്കും അതുപോലൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതൊരു മൈൻഡ് സെറ്റ് നമ്മൾ പ്രോപ്പറാക്കുക. ഞാനിത് ചെയ്യും എന്നൊരു കമ്മിറ്റ്മെൻറ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു പാർട്ട് ഓഫ് അവർ ലൈഫായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് തടി കുറയ്ക്കുന്ന ആൾക്കാരെ ഇപ്പം ഞാൻ കുറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഈ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് എത്ര തടി കുറയ്ക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ സ്കിന്ന് ടൈറ്റാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് നടക്കില്ലേ? അതായത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളെ തടി കുറയുമ്പോൾ ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഈ സാഗി ആവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ വരുന്നത് എപ്പോഴും അവർ ക്രാഷ് ഡയറ്റ്സോ ഇല്ലെങ്കിൽ
പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരിക. നേരെ മറിച്ച് ബോഡിക്ക് ഇനഫ് ടൈം കൊടുത്തിട്ട് നമ്മൾ ഗ്രാജുവലായിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് വരുന്നതെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാം. കാരണം ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മൾ ഫുഡിൻ്റെ അളവ് കുറയ്ക്കും അല്ലേ, എല്ലാവരും ചെയ്യുക. ഇപ്പോൾ ഒരു 3 ദോശ കഴിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദോശയാക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് നമുക്ക് ബോഡിക്ക് ഇനഫ് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അളവ് കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിയിൽ പ്ലേറ്റ്സ് ബാലൻസ് ചെയ്യുക. നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആവശ്യത്തിന് പ്രോട്ടീനും ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ ക്വാളിറ്റി ഓഫ് ഫുഡാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വാണ്ടിറ്റി മാത്രം കുറച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഓഫ് ന്യൂട്രീഷൻ നമുക്ക് പോകുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് ചിലരിപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ 1/2 ലിറ്ററൊക്കെ വെള്ളം കുടിക്കാറുള്ളൂ എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നമുക്ക് അത്രയും വെച്ച് നമ്മൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിൻ എഫക്റ്റഡ് ആവും അല്ലേ. ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് ആണ് നമ്മളിപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്നവർക്ക് സ്ട്രെച്ച് മാർക്സ് വരുന്നത്. കാരണം അപ്പോൾ ആ ബോഡിയിൽ ആ ഒരു ഭാഗത്ത് ആ സ്കിന്നിൽ ആവശ്യത്തിന് മോയ്സ്ചർ ഇല്ല. ഓക്കെ, നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. ഓക്കെ, കൂടെ നമ്മുടെ ഫുഡ് ക്വാളിറ്റിയും കൂടെ മോശമാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ സ്കിന്ന് സാഗിയാവും, സ്ട്രെച്ച് മാർക്സ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരാളുടെ ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 2 to 4 kgs per month. അതാണ് ഒരു ഹെൽത്തി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയിം. കാരണം ഒരാളിപ്പോൾ ഒരു 1 kg ഓഫ് ഫാറ്റ് കുറയണമെങ്കിൽ തന്നെ 7700 കാലറീസ് ഡെഫിസിറ്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് ഒരു ഇതാണ് നമ്മൾ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മേ ബി 10 kgs ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നമ്മൾ എന്തോരം സ്റ്റാർവിങ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ബോഡീനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ ക്വിക്ക് വെയിറ്റ് ലോസ് ഒരിക്കലും ഫോക്കസ് ചെയ്യാതിരിക്കുക. ഒരു ലോങ് ടേം ആയിട്ട് ഗ്രാജുവൽ വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്കിന്നിനെ ഒന്നും എഫക്റ്റഡ് ആവാതെ, ഹെയറിനെ ഒന്നും എഫക്റ്റഡ് ആവാതെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെയർ ലോസ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെയിലി തല വിയർക്കുന്നത് കൊണ്ട്, ഇപ്പം വാഷ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. വാട്ട് ഈസ് ദ റിയൽ റീസൺ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പം ഹെയർ ലോസ് വരുന്നത്? ആക്ച്വലി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല ഹെയർ ലോസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഇൻറ്റേർണൽ. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഇഷ്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ ഹെയർ ബ്രേക്കേജേ ഉണ്ടാവുള്ളൂ. എപ്പോൾ ഹെയർ ലോസ് വരുന്നോ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണലി നമ്മളതിൽ വർക്ക് ചെയ്യാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം പൊതുവെ പറയുകയാണെങ്കിൽ പീരീഡ്സ് പാർട്ട് ഓഫ് അവർ ലൈഫാണല്ലേ. അപ്പോൾ ആ സമയത്ത് ഒത്തിരി നമുക്ക് ബ്ലഡ് ലോസ് വരുന്നുണ്ട്. ബ്ലഡ് ലോസ് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടന്റ് അവിടെ കുറയുന്നത്. ഓക്കെ, അപ്പോൾ അനീമിക് ആവാൻ ഓൾറെഡി നമുക്ക് ടെൻഡൻസി കൂടുതലാണ് ഫോർ വിമൻ, ആണുങ്ങളെ പോലല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് ക്വിക്കായിട്ട് പെട്ടെന്ന് വെയിറ്റ് ലോസിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ന്യൂട്രീഷനാണ് നമ്മളവിടെ ശ്രദ്ധിക്കാത്തത്. അപ്പോൾ ആവശ്യത്തിന് അയൺ കിട്ടുന്ന ഫുഡൊന്നും നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ ബോഡി ഒരു സ്റ്റാർവേഷൻ സ്റ്റേറ്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഓഫ് കോഴ്സ് അതിൻ്റെ ബോഡി, ഞാൻ പറഞ്ഞ പോലെ ബോഡി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലും ഇഫ് യു ആർ ഡൂയിങ് സംതിങ് റോങ്. അപ്പോൾ ബോഡി ഇൻഡിക്കേറ്റ് ചെയ്യാണ് നിനക്ക് ബോഡിക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടുന്നില്ല, ഹൈഡ്രേഷൻ പ്രോപ്പറില്ല, ബോഡിക്ക് അയൺ ലെവൽസ് മീറ്റ് ആവുന്നില്ല, ഇല്ലെങ്കിൽ പല ന്യൂട്രിയൻസ് ഉണ്ട്. ഇപ്പോൾ ഹെയറിനെ എഫക്റ്റഡ് മെയിനായിട്ട് വരുന്നത് സിങ്ക് ആണ് ഇമ്പോർട്ടൻ്റ്. സിങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബയോട്ടിൻ ഇമ്പോർട്ടൻ്റ് ആണ്, അയൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നുമാണ് കൂടുതൽ ഹെയറുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡെഫിഷ്യൻസി വരുന്നുണ്ടെന്നാണ് ഈ ഹെയർ ലോസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ ബോഡി ഇൻഡിക്കേറ്റ് ചെയ്യാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ വെയിറ്റ് ലോസ് മെത്തേഡ് ശരിയല്ല, യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഫുഡ് ഒന്നും കൂടെ പ്രോപ്പറാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് ജസ്റ്റ് ക്വാണ്ടിറ്റിയെ കുറച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ശരിയാക്കാനുള്ള സ്റ്റെപ്സും നമ്മൾ എടുക്കുക. അതായത് പ്ലേറ്റ്സ് പ്രോപ്പർലി ബാലൻസ് ചെയ്യുക, നമുക്ക് ഇലക്കറികളൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡാണ് ആക്ച്വലി നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഹെയറിന് നല്ലതായിട്ടുള്ള ഈ സിങ്ക്, അയൺ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? അയൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ബീറ്റ്റൂട്ട്, അതൊരു മിനിമം വീക്ക്ലി 1 or 2 times അത് മേ ബി കറിയായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോമിൽ ബീറ്റ്റൂട്ട്, അതുപോലെ നമ്മുടെ ഇലക്കറികൾ, ഓക്കെ, അതൊക്കെ നമ്മൾ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ സീഡ്സ്, ഓക്കെ, സീഡ്സ് കഴിക്കുന്നതൊക്കെ, കാരണം ഈ ഒത്തിരി മൈക്രോ ന്യൂട്രിയൻ ഡ്രൻസ് ആണ് ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് അവർ സ്നാക്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ മേ ബി നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ഫോമിലാക്കിയിട്ട് മേ ബി നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെ അത്
കമ്പൈൻ ചെയ്തിട്ട് കഴിച്ചാൽ മതി. നമ്മൾ അറിയ പോലും ഇല്ല അങ്ങനെ ഒരു സാധനം നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഫുഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ലോസോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്കിൻ ഇഷ്യൂസോ ഒന്നും വരാതെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പംകിൻ സീഡ്, ചിയാ സീഡ് അതൊക്കെ നല്ലതാണ്. ഓരോന്നിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓരോ സീഡും ഓരോ മൈക്രോ ന്യൂട്രിയൻ്റ് ഡെൻസിറ്റി അതിൻ്റെ വേരീസ് ആണ്. അപ്പോൾ നമ്മൾ പല സീഡ്സിൻ്റെ കോമ്പിനേഷൻ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് ഏതൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാൻ പാടാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് നല്ലതാണ്, ഹെൽത്തിയാണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ശരിക്കും അൺഹെൽത്തി ആയിട്ടുണ്ടോ? ആക്ച്വലി ഫുഡിൻ്റെ ചോയ്സ് അല്ല, ക്വാണ്ടിറ്റി ഓഫ് ഫുഡാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഹെൽത്തി എന്ന് പറഞ്ഞ് കഴിക്കും എന്താണ്, നമ്മൾ നട്ട്സ് ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കും. പക്ഷേ മേ ബി കഴിക്കുമ്പോൾ ഒരു വലിയ ബൗളൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ പലർക്കും ഇഷ്ടമാണ്. ഓക്കെ, 2-3 എന്ന് പറഞ്ഞ് കഴിച്ചു തുടങ്ങുമ്പോൾ മേ ബി ഒരു ഹാഫ് എ പാക്കറ്റൊക്കെ അവർ തീർക്കും. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഫുഡാണ് നമ്മളെപ്പോഴും വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒരു പെർട്ടിക്കുലർ ഫുഡ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണ് അതെല്ലാം വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു പ്ലാൻ ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് മേ ബി ചിലപ്പം ടാർഗറ്റ് ചെയ്യുക 6 മാസം കൊണ്ട് ഞാൻ ഇത്രയും കേജസ് കുറയ്ക്കാം എന്ന് സാധാരണ എല്ലാവരും അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുക. 6 മന്ത്സിൽ ഞാൻ ഇത്രയും വെയിറ്റ് കുറയ്ക്കും. അപ്പോൾ ഈ ഒരു നമ്മൾ മേ ബി ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടും ഉണ്ടാവും ഈ 6 മന്ത്സിന് ശേഷം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചിലപ്പം ഇതിൽ ഒഴിവാക്കിയ കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബിരിയാണി ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് ബിരിയാണി. പൊതുവെ മലയാളികളുടെ ഫേവററ്റ് ആണ് ബിരിയാണി. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ 6 മന്ത്സ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ മേ ബി നമുക്ക് കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും, കൂടുതലായിട്ട് കഴിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ ഈ ബിരിയാണി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണോ അതും കൂടെ കഴിക്കുക. ഈ വെയിറ്റ് ലോസ് ജേർണിയിലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്വാണ്ടിറ്റിയിൽ. അതിപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുടെയും നമ്മുടെ ഗോൾസും അനുസരിച്ചിട്ട് എത്രത്തോളം നമുക്ക് കഴിക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ജേർണിയിൽ തന്നെ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് ഈ 6 മാസത്തിൽ മാത്രമായിരിക്കില്ല നമ്മുടെ ഈ റിസൾട്ട് ചുരുങ്ങുക. ഈ എത്രത്തോളം കേജീസ് കുറഞ്ഞോ അത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പാർട്ട് ഓഫ് അവർ ലൈഫായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാൻ എവിടെയോ വായിച്ചാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതായത് ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് പണ്ട് നല്ല ഇപ്പോഴും ആൾക്കാർക്ക് ഈ എന്താ പറയുക അജിനാമോട്ടോ ഭയങ്കര പ്രശ്നമാണ്, അതാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അജിനാമോട്ടോ എന്നുള്ളതല്ല, ആക്ച്വലി ഈ പുറത്തുനിന്നുള്ള ഫുഡിലെ പ്രശ്നം ഓയിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പം പിന്നെയും നമുക്ക് ഈ റിസർച്ചിൽ ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ആക്ച്വലി ഹെൽത്തി ആണോ? നമുക്ക് പലതരം ഓയിലുണ്ട്. ഇപ്പോൾ ഒലീവ് ഓയിൽ, എന്താ പറയുക മസ്റ്റർഡ് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെ പല ഓയിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ പൊതുവേ എല്ലാവരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നല്ലതാണോ ശരീരത്തിന്? എത്ര അളവിലെടുക്കാം? ഇനി എത്ര ദിവസം ഇപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നാളെ അതേ മാറ്റി വെച്ച് പല അമ്മമാരും ചെയ്യുന്ന കണ്ടിട്ട് ഈ പപ്പടം വറുത്തിട്ട് അതേ എണ്ണ മാറ്റി വെക്കും. അതൊരാഴ്ചത്തോളം ഉണ്ടാവും നമ്മുടെ കിച്ചണിൽ, പിന്നീട് അത് യൂസ് ചെയ്യും. ഇത് ഇപ്പം എന്തൊക്കെ പ്രാക്ടീസുകൾ വേണം നമ്മൾ ഓയിലിൻ്റെ കാര്യത്തിൽ? ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ നമ്മൾ പലപ്പോഴും അതിനൊരു വില്ലനായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറ്. പക്ഷേ കോക്കനട്ട് ഓയിൽ ശരിക്കും നല്ലതാണ്. മറ്റുള്ള എന്ത് റിഫൈൻഡ് ഓയിൽസിനേക്കാളും ഒത്തിരി നല്ലതാണ്, നമ്മുടെ ഗട്ടിന് ആക്ച്വലി നല്ലതാണ് കോക്കനട്ട് ഓയിൽ. പക്ഷേ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴാണ്, അതുപോലെ റീയൂസ് ചെയ്യാതിരിക്കുക. റീയൂസ് ചെയ്യുമ്പോഴാണ് പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്, കാർസിനോജനിക്കൊക്കെ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ റീയൂസ് ചെയ്യുമ്പോഴാണ്. അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന ഓയിൽ ആൻഡ് നമ്മൾ വളരെ കുറവായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യില്ല. ഇപ്പം പറഞ്ഞല്ലോ റീയൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു വലിയ കുടുംബത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുറച്ചധികം എണ്ണ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 ദിവസം 2 ദിവസം ആയാൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഇത്രയും ദിവസം പോയാലാണ് കുഴപ്പം, അങ്ങനെ ഉണ്ടോ? അതോ ഇന്ന സാധനങ്ങൾ വറുത്തത് പിന്നെ മാറ്റി വെക്കരുത്, ഇപ്പം മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത് അത് മാറ്റി വെക്കരുത്, അത് അന്ന് അങ്ങനെ കാര്യങ്ങളുണ്ടോ? മീറ്റാണ് അതിൽ ശ്രദ്ധിക്കുക. മീറ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഓയിലാണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുന്നതാണ് എത്രയും നല്ലത്. നമുക്ക് പെട്ടെന്നുള്ള ലാഭത്തിനേക്കാളും ലോങ് ടേം നമുക്ക് വരുന്ന ബെനിഫിറ്റ്സ് ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ മീറ്റ് ഫ്രൈ ചെയ്ത ഓയിൽ അതൊക്കെ നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്യുക.
ഓക്കെ, ഇപ്പം വെജിറ്റേറിയൻ ഫുഡിനേക്കാളും നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന ഓയിലാണ് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് ലോസ് നമ്മൾ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തി. ഇനി ഇത് എനിക്കും കൂടെ ഉള്ള ചോദ്യമാണ്. ഞാൻ പല പ്രാവശ്യം ഇതേപോലെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആലോചിക്കും, ഓക്കെ ഇനി തടിക്കൂല എന്ന് ആലോചിക്കും, പക്ഷെ വീണ്ടും തടിക്കും. അപ്പം ഇത് മെയിൻറ്റെയിനിങ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പാർട്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. വെയിറ്റ് ലോസ് എനിക്ക് എങ്ങനെയും ചെയ്ത് തീർക്കാം, പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഹൗ ക്യാൻ വി മെയിൻറ്റെയിൻ നമ്മൾ ആ ഒരു ഐഡിയൽ ആ ഒരു വെയിറ്റ്? അതായത് വെയിറ്റ് ലോസ് ചെയ്ത രീതി ശരിയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നമ്മളെപ്പോൾ റോങ് ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നു, ഉറപ്പായിട്ട് നമുക്ക് ആ റിസൾട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിലിപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബിരിയാണിയുടെ എക്സാമ്പിൾ തന്നെ വരും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ത്രൂ ഔട്ട് ദ ലൈഫാണ് നമുക്ക് ആ റിസൾട്ട് വരുന്നത്, അല്ലേ? അതുപോലെ നമുക്കിപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മൾ പഠിക്കേണ്ടത് ബോഡി ആക്ടിവിറ്റി ഇല്ലെങ്കിൽ വർക്കൗട്ടിനെ നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈലാക്കുക. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ, നമ്മൾ കുളിക്കുന്നത് പോലെ, അതുപോലെ ഒരു മെയിൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാധനമായിട്ട്, ഒരു റുട്ടീനായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് ഫോർ എവർ. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ നമ്മളിപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പല ഗോൾസ് ഉണ്ട്. ഓക്കെ, മറ്റേ വർക്കൗട്ട് പ്ലാനിങ്ങിൻ്റെ പല ഗോൾസ് ഉണ്ട്. അതിലൊരിക്കലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമുക്ക് മസിൽ എൻഡ്യൂറൻസിന് വേണ്ടിയിട്ട് വർക്കൗട്ട്, ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കൗട്ട്, അങ്ങനെ ഓരോ ഗോൾസിനനുസരിച്ചിട്ടാണ് വർക്കൗട്ട്സ് വരുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു വർക്കൗട്ടേ ഇല്ല. ഓക്കെ, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റാണ് എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മൾ ഈ വർക്കൗട്ട്സിനെ നമ്മൾ ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഇതൊന്നും അറിയാതെ നമ്മളൊരു പണിഷ്മെൻറ്റ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പലരും വർക്കൗട്ട് ചെയ്യുക. ഇത് പണിഷ്മെൻ്റ് അല്ല, നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഐ ലവ് മൈസെൽഫ്, ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദ വർക്കൗട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ആൻഡ് കുറച്ച് വെയിറ്റ് നമുക്ക് ഫോർ അവർ ലൈഫ് ടൈം അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. ഇപ്പം നേരത്തെ പീരിയഡ്സിൻ്റെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ സ്ട്രെച്ചിങ് നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാം പീരിയഡ് ക്രാംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അത് കുറേ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ബെഡിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ചൈൽഡ് പോസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ചൈൽഡ് പോസ് എന്ന് പറയുമ്പോൾ അത് ബെഡിൽ തന്നെ ഇരുന്നിട്ട് ലൈക്ക് നമ്മുടെ ബട്ട് നമുക്ക് ഹീലിൽ പ്ലേസ് ചെയ്യാം. ഹീലിൽ പ്ലേസ് ചെയ്തിട്ട് കൈ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കും. ഓക്കെ, ബോഡിയിലേക്ക്, ഈവൻ പെൽവിക് ഫ്ലോറിലേക്ക്, വയറിലേക്ക്, ആ ഒരു ഏരിയയിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രാംസ് നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പോസിൽ നമുക്ക് പല പോസുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ലെഗ്സ് അപ്പോൺ ദ വാൾ, ആ സ്ട്രെച്ച് ചെയ്യുന്നത് നിലത്ത് കിടന്നിട്ട് കാല് വാളിലേക്ക് റേസ് ചെയ്ത് വെക്കുക. അത് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ആലോചിക്കുക, നമ്മൾ കാലിങ്ങനെ പൊക്കി വെക്കുക ചെയ്യുന്നത്. ആ സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ പെൽവിക് ഫ്ലോറിലേക്കും നമ്മുടെ മറ്റേ അബ്ഡോമിനൽ മസിൽസ് ആ റേഞ്ചിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ക്രാംസ് നന്നായിട്ട് കുറവാക്കാം. ഒന്നല്ല, ഒത്തിരി സ്ട്രെച്ചസ് ഉണ്ട് അതിന്. പിന്നെ വരുന്നത് നമുക്ക് പെൽവിക് ഫ്ലോറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ട്രെച്ചസ് ഉണ്ട്. അതായത് നമ്മുടെ ഫീറ്റ് രണ്ടും ക്ലോസ് ആക്കി വെച്ചിട്ട് നമ്മുടെ നീസ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്യുക, പിന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്തും നമുക്ക് ഇതുപോലെ പെൽവിക് ഫ്ലോർ ഏരിയയിലേക്ക്, ലോവർ അബ്ഡോമിനൽ സൈഡിലേക്കൊക്കെ നമുക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ശരിക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലീഫ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ ഓരോ സ്ട്രെച്ച് ചെയ്യുമ്പോഴും ബോഡി എപ്പോൾ അനങ്ങുന്നോ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, എൻഡോർഫിൻസ് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അത് റിലീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് നന്നായിട്ട് നല്ലൊരു റിഡക്ഷൻ നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഈ പീരിയഡ്സ് പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചെവിയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെയിൻ മാറും. കാലിൻ്റെ അവിടെ, പിന്നെ അത് തള്ളവിരൽ ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഒക്കെ നെർവ്സ് ഇവിടെയാണ്. അതൊക്കെ ഉള്ള കാര്യമാണോ? അത് നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടും കണക്റ്റഡ് ആണ് ത്രൂ നെർവ്സ് ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇഫക്ട്സ് നമുക്കുണ്ടാവും. പക്ഷേ ഒരു എക്സസൈസിന് ഇല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ്ങിന് തരുന്ന ഇഫക്റ്റ് ചിലപ്പം അതിൽ കിട്ടണം എന്നില്ല. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് കൂടെ മസിൽസും കൂടെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഡബിൾ ആണ് ശരിക്കും, അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുന്നേക്കാളും ഒക്കെ മച്ച് ബെറ്റർ ഇഫക്ട്സ് നമുക്ക് ത്രൂ സ്ട്രെച്ചിങ്ങിൽ നമുക്ക് കിട്ടും. ഇപ്പം ഇതിൻ്റെ കൂടെ ചോദിക്കാൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലരും ഇപ്പോൾ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് സമയത്തൊക്കെ ആയിരിക്കും മിക്കതും ഈ ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവുക. പക്ഷേ
ജിമ്മിൽ പോവും, പക്ഷേ ഈ ഫുഡ് ഹാബിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല, രാവിലെ കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഫുഡ് കഴിക്കാതെ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണോ? ഫുഡ് കഴിക്കാതെ വർക്കൗട്ട് ചെയ്താൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. വലിയ കാര്യത്തിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താലാണല്ലോ നമ്മുടെ ബോഡിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക. ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. വെറുതെ നമുക്ക് അവിടെ പോയി കുറച്ച് നേരം റീൽസ് നോക്കി ഇരുന്നിട്ട് തിരിച്ചു വരാമെന്നല്ലാതെ നമുക്ക് നമ്മുടെ ആ ഒരു 1 hour മാക്സിമം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനാണ് നമുക്ക് ബോഡിക്ക് എങ്ങനെ ബെനിഫിറ്റ്സ് വരുന്നു എന്നുള്ളത് വരിക. അപ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും സ്നാക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രീ വർക്കൗട്ട് എടുത്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാനുള്ളൊരു പുഷാണ് ഈ നേരത്തെ കഴിക്കുന്ന ഈ മീൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കാണുന്നത് എനർജി ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ഫോമിലായിരിക്കില്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന രീതി ചിലപ്പം തെറ്റായിരിക്കും. അതൊക്കെ നമ്മളെ ബാഡ്ലി ആണ് എഫക്റ്റഡ് ആവുക ബോഡി. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ബിഫോർ ദ വർക്കൗട്ട് അത് നമ്മുടെ എക്സസൈസ് ഫോമിനെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്കതിൻ്റെ ബെറ്റർ റിസൾട്ട്സാണ് കിട്ടുക. ഞാൻ എപ്പോഴും പറയാം, പണിഷ്മെൻ്റ് അല്ല വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ. വർക്കൗട്ട് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യുക, എങ്ങനെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വർക്കൗട്ട് നമ്മൾ എന്തെങ്കിലും പ്രീ വർക്കൗട്ട് ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എത്ര മണിക്കൂർ മുന്നേ കഴിക്കണം? കാരണം നമ്മൾ കഴിച്ച ഉടനെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വൊമിറ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എത്ര മണിക്കൂർ മുന്നേ നമ്മൾ പ്രീ വർക്കൗട്ട് ഫുഡ് കഴിക്കണം? സമയം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് കഴിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ. ഇപ്പോൾ നമ്മളൊരു മെയിൻ മീലാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ മെയിൻ മീലാണ് കഴിച്ചതെങ്കിൽ അതിന് ശേഷം ഒരു 1 hour ഗ്യാപ്പെങ്കിലും വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ കുറച്ച് നമുക്ക് അത്യാവശ്യം ഡൈജഷൻ നടക്കുന്നുണ്ടാകും. കാരണം ഡൈജഷൻ സമയത്തും ആ ഡൈജഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവണം. ആ നേരത്ത് വർക്കൗട്ട് ചെയ്യാൻ പോയാൽ ചിലപ്പം ഡൈജഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ മീലാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ ഒരു 1 hour എങ്കിലും ഗ്യാപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. നേരെ മറിച്ച് ലൈറ്റ് സ്നാക്കൊക്കെ ആണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 minutes മുൻപ് കഴിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതെന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ പലതരം ബോഡി ടൈപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് എന്താണോ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യം എന്നുള്ളത് ഫിസിക്കലി നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക അല്ലേ. ലൈക്ക് എൻഡ്യൂറൻസ് ആണോ വേണ്ടത്, മൊബിലിറ്റി ആണോ വേണ്ടത്, സ്ട്രെങ്ത് ആണോ, ബാലൻസ് ആണോ, ഇതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമ്മുടെ ബോഡി മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതേ കൂടുതൽ ചോദിക്കാട്ടോ. അതായത് ഒരുപാട് സ്ത്രീകൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ജിമ്മിൽ ഇപ്പം പോകുന്നില്ല, എന്നാലും പോകുന്ന ടൈമിൽ അച്ഛനൊക്കെ പറയായിരുന്നു, വെയിറ്റ് ഒന്നും എടുക്കരുത്, പെൺപിള്ളേർക്ക് മസിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ് കാണാൻ വേണ്ടിയിട്ട് എന്ന്. ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ എന്നാണ് എല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഇപ്പം മസിൽ ഗെയിനും അല്ലെങ്കിൽ ഫാറ്റ് ലോസും ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഈ മസിൽ ഗെയിൻ സ്ത്രീകൾക്ക് നല്ലതാണോ? ആക്ച്വലി മസിൽ ഗെയിൻ എന്ന് പറഞ്ഞ സാധനം പലരും പേടിക്കുന്ന, എസ്പെഷ്യലി സ്ത്രീകൾ പേടിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ ഈ ഡൗട്ടൊക്കെ മാർക്ക് കിട്ടും. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഈ മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തോരം എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണെന്നൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് പെട്ടെന്ന് ആണുങ്ങൾ തന്നെ ഇവിടെ കഷ്ടപ്പെടുക മസിൽ ഗെയിൻ ചെയ്യാൻ. അപ്പോൾ പെണ്ണുങ്ങൾ അപ്പോൾ ചെയ്യാൻ ട്രൈ ചെയ്താൽ അതെന്തായാലും നടക്കില്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ഫിസിക്കലി തന്നെ ബയോളജിക്കലി തന്നെ ഒരു വിമൻസ് ബോഡി ഫാറ്റ് ഗെയിൻ ചെയ്യാൻ ടെൻഡൻസി ഉള്ളൊരു ബോഡിയാണ്. ഓക്കെ, മസിൽ മാസ് നമുക്ക് കുറവാണ്. ഒരു 43% ആണ് ഒരാൺകുട്ടിക്ക് മസിലിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് ഏകദേശം. നേരെ മറിച്ചൊരു വിമൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ 34% ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ മസിൽ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ആ ഒരു റിസൾട്ട് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വലിയൊരു മസ്കുലാർ രീതിയിൽ ഇല്ലെങ്കിൽ ഒരു ആണിൻ്റെ അനാട്ടമി പോലെ ഒന്നും ഒരിക്കലും സ്ത്രീകൾക്ക് വരില്ല. കാരണം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു കോണ്ടൻറ്റും നമ്മുടെ ബോഡിയിൽ ആ ഹോർമോൺ നമുക്ക് കുറവാണ്. ആണുങ്ങൾക്ക് കൂടുതലായതുകൊണ്ടാണ് അവർക്ക് ഈ മസിൽ കൂടാനുള്ള റീസണും അവർക്ക് ആ ഒരു മസ്കുലർ ബോഡി ആ ഒരു അനാട്ടമി വരുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു ഹോർമോണിൻ്റെ ഒരു റോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് അത് ഓൾറെഡി കുറവാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മസിൽ ഗെയിൻ നമ്മൾ ഹൈപ്പർട്രോഫി എന്നാണ് പറയാം. ഓക്കെ, ഹൈപ്പർട്രോഫിക്ക് പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള റെപ്പറ്റീഷൻസോ
വെയ്റ്റ്സോ അല്ല നമ്മൾ ഫാറ്റ് ലോസിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ. അവിടെ റെപ്പറ്റീഷൻസ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ്സ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ കൊടുക്കുന്ന റെസ്റ്റ് ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് പ്ലാൻ, ആ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ലോസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു വർക്കൗട്ട് അല്ല അല്ലെങ്കിൽ ഒരു റുട്ടീനല്ല നമ്മൾ മറ്റേ മസിൽ ഗെയിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. രണ്ടും ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ വേറെ നമുക്കൊരു മിസ്കൺസെപ്ഷൻ, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ ഉടനെ നമ്മുടെ മസിലിൻ്റെ സൈസ് കൂടും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ മസിലിൻ്റെ സൈസ് മാത്രമല്ല, മസിലിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ ഇമ്പ്രൂവ് ആവുന്നത്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ മേ ബി അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് നമുക്ക് മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും. ഒരു മസിൽ എന്ന് പറഞ്ഞാൽ ആ ക്രോസ് സെക്ഷനിൽ ഇഷ്ടം പോലെ ഫൈബേഴ്സാണ് ഉണ്ടാവുന്നത്. അതിൽ കുറേ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ യൂട്ടിലൈസ്ഡ് ആവാത്ത മസിൽസ് കൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്യാണ് ത്രൂ ദാറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ആണ് ഇമ്പ്രൂവ് ആവുന്നത്, ക്വാളിറ്റി ആണ് ഇമ്പ്രൂവ് ആവുന്നത് മസിൽ ഫൈബറിൻ്റെ, അല്ലാതെ സൈസ് മാത്രമല്ല. അപ്പോൾ നമ്മൾ ഫാറ്റ് ലോസിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ മസിൽ ഗെയിൻ അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, മസിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ പ്ലാനിങ് എ വർക്കൗട്ട് ഫോർ എ ഫാറ്റ് ലോസ്. ഓക്കെ, ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റേ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ന്യൂട്രീഷൻ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ വർക്കൗട്ട് പ്ലാനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വെയ്റ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പ്ലാനിങ് അതിനനുസരിച്ച് ചെയ്യുക. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ ബോഡി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീയുടെ ബോഡി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എ മാൻസ് ബോഡി. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് ഈ ഇത്രയും ഇപ്പോൾ മസ്കുലർ ബോഡിയുള്ള വിമൻ ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ അത്രയും ട്രെയിൻ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഇത് വരുന്നത്. അല്ലാതെ ചുമ്മാ ഒരു മസിൽ ട്രെയിൻ ചെയ്തുകൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൾക്കി ഒന്നും ആവാൻ പോകുന്നില്ല. നമ്മൾ ക്വാളിറ്റിയാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് മസിൽ ഫൈബേഴ്സിൻ്റെ. ഇപ്പം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേപോലെ ജിമ്മിന് പോകണം ഭയങ്കര ആ സമയത്ത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്നല്ല, ആ സമയം ഭയങ്കര ട്രെൻഡായിരുന്നു എല്ലാവരും ജിമ്മിൽ പോകണം എന്നൊക്കെയുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ബോഡി ഭയങ്കരമായിട്ട്, അവന് ഒട്ടും എനർജി ഇല്ല. അതുവരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരുന്ന ഒരാളെ പിന്നെ ഞാൻ എനർജിയേ ഇല്ലാതെ വയ്യ, കോളേജിൽ ഇരുന്നാലും ഉറക്കം തൂങ്ങുക, അങ്ങനെ ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നുണ്ടായിരുന്ന ഒരു ഡൗട്ട്, അതായത് നമുക്ക് ഇന്ന സമയത്ത് ഇന്ന വർക്കൗട്ട്സേ പാടുള്ളൂ, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ദോഷമാണ്, അങ്ങനെ ഉണ്ടോ വർക്കൗട്ടിൽ? അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾ ഓവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ബോഡിയുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. ചലഞ്ചിങ് ആയിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത കൈൻഡ് ഓഫ് വർക്കൗട്ട്സ് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇതിപ്പോൾ തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ഏജിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ഉണ്ട്, അത് മാത്രം ചെയ്യുക. ഓവർ ട്രെയിനിങ് പാടില്ല. അതുപോലെ റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു മേ ബി ആൾ വർക്കൗട്ട് ചെയ്തിട്ട് ചിലപ്പോൾ റെസ്റ്റ് ഡേയ്സേ എടുക്കുന്നുണ്ടായിരുന്നില്ല ചിലപ്പം. അപ്പോൾ റെസ്റ്റ് ഇല്ല, പ്രോപ്പർ റിക്കവറി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടയേർഡ് ആവും. കാരണം നമ്മളിപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ മൈക്രോ ടേയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് പ്രോപ്പർലി റിപ്പയർ ആവണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ മൈക്രോ ടേയേഴ്സ് ഉണ്ടായ സ്ഥലത്ത് റിപ്പയർ നടക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിപ്പയറിനുള്ള സമയമില്ല. ഓക്കെ, അതാ സ്ലീപ്പും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് ഡേയ്സ് എടുക്കുന്ന സമയത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഇഫക്റ്റ്, അതിൻ്റെ എന്താ പറയുന്നത്, മൈക്രോ ടീയേഴ്സൊക്കെ പ്രോപ്പർലി ഹീലായി നമ്മൾ ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫൈബർ വരുന്നത് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യാതിരിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ വൺസ് നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എനർജി ഫുള്ളി ഡ്രെയിൻഡ് ആവുകയാണ്. ഓക്കെ, പിന്നെ ആർക്കും ഒട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ആകും. അപ്പോൾ നമ്മൾ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ട്രെയിൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, മിനിമം ഒരു 7 to 8 hours എങ്കിലും ഉറങ്ങാൻ ട്രൈ ചെയ്യുക. ആ സമയത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കണ്ടു തുടങ്ങുള്ളൂ. എനിക്ക് തോന്നണം ഈ ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ വർക്കൗട്ട്. കാരണം ഇപ്പോൾ ഈ കോളേജ് പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഭയങ്കര ബോഡി ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും വർക്കൗട്ടിൻ്റെ ആവശ്യം ആ സമയത്ത് വരില്ല തോന്നുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ ഈ ഇരുന്ന് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് കുറച്ചുകൂടെ കൂട്ടേണ്ടി വരും. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ളവർക്കാണ് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ വർക്കൗട്ട് ഒരു സ്ട്രക്ചർഡ് പ്രോഗ്രാമിലേക്ക് പോകേണ്ടത്. ഓൾറെഡി ബോഡി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പോൾ മെയിൻ വർക്കൗട്ട്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതങ്ങനെ പ്ലാൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതും മെൻ്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കോ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോട് ചോദിക്കുക, അതായത് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം എൻ്റെ ഫ്രണ്ടിന് തന്നെ ഇതേപോലെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി, ആൻസൈറ്റിയാണ്, ഡിപ്രഷനാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഡോക്ടറും അതായത് ഒരു സൈക്കോളജിസ്റ്റും ആദ്യം പ്രിഫർ ചെയ്തത് കുറച്ച് വർക്കൗട്ട്സ് ചെയ്യേ, ഗോ ടു ജിം ഓർ ലൈക്ക് എന്തെങ്കിലും സ്പോർട്സിൽ ആക്റ്റീവ് ആവുക, ലൈക്ക് ഫുട്ബോളോ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു,
ഇപ്പം ഈ മെൻ്റൽ ഹെൽത്തും ഈ എക്സസൈസും തമ്മിലിപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? മേ ബി എനിക്ക് തോന്നുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്നായിരിക്കുമോ. കാരണം നമ്മളിപ്പോൾ മറ്റേ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് ആ സ്ട്രെസ്സിൻ്റെ ഫീലിംഗ് നമുക്ക് കുറയും. ഓക്കെ, എസ്പെഷ്യലി അതൊരു വർക്കൗട്ട് കൂടിയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻസ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ്ഡ് ആവും. ഓക്കെ, ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ സാധാ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യുന്ന ഒരാളെക്കാളും ബെറ്റർ ഫോക്കസ്ഡ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ബൈസെപ്പ് കേൾ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കേൾ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മളൊരു ടെമ്പോ സെറ്റ് ചെയ്യും. അതായത് കേൾ ചെയ്യുമ്പോൾ ഇത്രയും സെക്കൻഡ്സ് വെച്ച് കേൾ ചെയ്യുക, അൺകേൾ ചെയ്യുമ്പോൾ ഇത്രയും സെക്കൻഡ്സ് കൊണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് നമ്മൾ മറ്റേ ചെയ്തു, എന്നിട്ട് 1 സെക്കൻഡിൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി, ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡും കൂടെ ട്രെയിൻ ചെയ്യാണ്. എത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ കേൾ ചെയ്യണം, എത്ര സെക്കൻഡ് കൊണ്ട് അൺകേൾ ചെയ്യണം. അപ്പോൾ ഒരു ഫോക്കസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത് ആളുടെ ഇൻഡയറക്ട്ലി നമ്മൾ ആളുടെ സ്ട്രെസ് ഇല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ അവിടെ മാറ്റുകയാണ് അല്ലേ ചെയ്യുന്നത്. ആളെ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ബോഡി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആളുടെ ഹാപ്പി ഹോർമോൺസും കൂടെ റിലീസ് ആവുന്ന സമയത്ത് സ്ട്രെസ്സ് കംപ്ലീറ്റ്ലി മാറ്റാൻ, ഇല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ത്രൂ വർക്കൗട്ട്സ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതേപോലെ ആൾക്കാർ ഭയങ്കര ജിമ്മിന് പോയി തുടങ്ങിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഉറ്റുനോക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ചീറ്റ് ഡേ ആയിരിക്കും. ഇപ്പം ഡെയിലി ജിമ്മിൽ പോകുന്നു, ഡയറ്റ് എടുക്കുന്നു, ഇത് കഴിഞ്ഞ് മേ ബി നമ്മളൊരു ഡേ ഓഫ് ആൻഡ് ദാറ്റ് ഡേ ചീറ്റ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫും കൂടെയാണത്. അപ്പം അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും ഒരാഴ്ച നമ്മൾ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്തതൊക്കെ ചിലപ്പോൾ എല്ലാവരും ആ ഒരൊറ്റ ചീറ്റ് ഡേയിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാനോ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചീറ്റ് ഡേ ആക്ച്വലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധമുണ്ടോ? നമ്മൾ ഇന്ന ടൈം ഇൻ്റർവെല്ലിൽ രാത്രി കഴിക്കരുത്, രാവിലെ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി രാത്രിയും ലേറ്റ് നൈറ്റും കഴിക്കരുത്, നേരെ രാവിലെയും കഴിക്കരുത്, ഒരു 3 മണി 4 മണി ആ ഒരു റേഞ്ചിലൊക്കെ ഒരു ചീറ്റ് മീൽ എടുത്തു. അതും ഡെയിലി ഒരു ചീറ്റ് മീലാണ് പറയുന്നത്, മൊത്തം ദിവസം മൊത്തം അങ്ങനെയല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയായിരിക്കും ഒരു ഐഡിയൽ ചീറ്റ് ഡേ? ആക്ച്വലി എനിക്ക് ചീറ്റ് ഡേയിൽ തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, കാരണം അങ്ങനെ ഒരാൾ ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക, ഒരു ഭയങ്കര ഫുഡ് ഇഷ്ടമുള്ള ഒരാൾ. ഓക്കെ, ഇപ്പോൾ 6 days ആൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ഡയറ്റ് കൊടുക്കുകയാണ്. 7th day ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡയലോഗ് പറയുമല്ലോ, പട്ടിണി കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചാലുള്ള അവസ്ഥ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒന്ന് എഫക്റ്റഡ് ആവുന്നത് ആളൊന്ന് ഓവർ ഈറ്റ് ചെയ്യും. പിന്നെ ആൾ ഈ റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ അറിയാതെ ഇൻഡയറക്ട്ലി നമ്മൾ ഓൾറെഡി സ്ട്രെസ് ഉള്ള ഒരാളായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്ട്രെസ്സും കൂടെ ആഡ് ചെയ്യുക ആളുടെ ലൈഫിലേക്ക്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ചീറ്റ് ഡേ ഇല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസിപ്ലിൻഡ് ഡേ അങ്ങനെ വെക്കരുത്. നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് എപ്പോഴും ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, ഡെയിലി ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ എങ്ങനെ കഴിക്കാം എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പൂജയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക, നമുക്ക് തോന്നുന്ന ചിലപ്പോൾ സമയം ഉണ്ടാവും, ആ സമയത്ത് കഴിക്കുക. ഇപ്പോൾ മേ ബി എനിക്കൊരു ട്യൂസ്ഡേ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നി, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കടിച്ചമർത്തി സൺഡേ വരെ ആവാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് മേ ബി ട്യൂസ്ഡേ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബോധം ഉണ്ടാവുമോ, ഇന്ന് ഞാൻ ചീറ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നൊരു ദിവസമല്ല, അപ്പോൾ ഞാൻ മേ ബി കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കഴിക്കും. മേ ബി ഇത് കടിച്ചമർത്തി പിടിച്ച് നമ്മൾ സൺഡേ വരെ വെയിറ്റ് ചെയ്ത് സൺഡേ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും, നമുക്ക് അത്രയും ദിവസം വരുന്ന സ്ട്രെസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും വെയിറ്റ് ലോസ് ജേർണി നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളെപ്പോൾ ഇത് ഒരു പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട് എപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നോ നമുക്കത് ത്രൂ ഔട്ട് ദി ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ സ്ട്രെസ്ഫുൾ ഇതൊരു ഭയങ്കര സംഭവമാണ്, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ മൈൻഡിനെ അങ്ങനെ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവുക. അപ്പോൾ ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഡേ വെക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നു കഴിക്കുക, പക്ഷേ കഴിക്കുന്നത് ഇതാണ്, എന്താണ് കഴിക്കുന്നത് അതിനെക്കുറിച്ചൊരു വെൽ അവെയർനെസ് നമുക്ക് ഉണ്ടാവുക, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ആൻഡ് ഐ റിയലി വോണ്ട് ടു ആസ്ക്, ഇത് ഞങ്ങളുടെ $1 million ക്വസ്റ്റ്യനാണ്, എങ്ങനെ ജിമ്മിൽ മുടങ്ങാതെ പോവാം? ജിമ്മിൽ മുടങ്ങാതെ പോകണമെങ്കിൽ നമ്മൾ ആ ഒരു ജേർണി എൻജോയ് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഓക്കെ ആസ് എ ട്രെയിനർ ഞാനിപ്പോൾ ഒരു വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റ് ഇതാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചെയ്യുന്ന ഒരാൾക്ക് തോന്നുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മേ ബി ഒരു കോർ വർക്കൗട്ട് ആയിരിക്കും ചെയ്യുന്നത്, മേ ബി ഒരു പ്ലാങ്ക് ചെയ്യുക. ഓക്കെ, വെരി സിമ്പിളായിട്ട് പറയാം, ഒരു പ്ലാങ്ക് ചെയ്യുകയാണ്. പ്ലാങ്ക് ചെയ്യുമ്പോൾ ഇത്രയും നേരം എനിക്ക് എൻ്റെ ബോഡി ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, എൻ്റെ കോർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുകയാണ് എന്നുള്ള ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാങ്ക് എൻജോയ് ചെയ്യും, അല്ലേ? നേരെ മറിച്ച് കഷ്ടപ്പെട്ട് 3 മിനിറ്റ് ഇന്ന് പ്ലാങ്ക് ചെയ്തേ പറ്റുള്ളൂ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും നമുക്കറിയില്ല, ജസ്റ്റ് 3 മിനിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പണിഷ്മെൻ്റ്, ഒരു ടാസ്ക്കായിട്ടാണ് നമ്മളിത് കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ആ രീതിയിലൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പിന്നെയും ചെയ്യാൻ തോന്നും. നമ്മൾ എൻജോയ് ചെയ്ത് ഏതൊരു കാര്യം നമ്മൾ എൻജോയ് ചെയ്താലേ നമുക്കിത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ വി ഹാവ് ടു സീ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് മോർ എൻജോയബിൾ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ജിമ്മിൽ പോകാൻ തോന്നും. നമുക്ക് ഹാപ്പിനെസ് ചിലപ്പം ചിലപ്പം ലാസ്റ്റ് അവർ പറയും എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനിത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ജിമ്മിൽ പോകാണ്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ അങ്ങനെ മാറിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിമൻ ബോഡി ഒരുപാട് കാര്യങ്ങളിൽ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ബോഡിയാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പാർട്ട് അവരുടെ ബോഡി പോകുന്നത് പ്രഗ്നൻസി ആയിരിക്കും. അതിലൊരുപാട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരിക്കും. സോ നമുക്കൊരു 3ആയിട്ട് തന്നെ തിരിക്കാം. അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇന്ന വർക്കൗട്ട്സ് ആവശ്യമുണ്ടോ, അതായത് ഒരു കുട്ടീനെ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഹെൽത്തൊക്കെ വരുന്നത് നല്ലതായിരിക്കും, അങ്ങനെ വല്ല വർക്കൗട്ട്സ് ഉണ്ടോ? ആക്ച്വലി പ്രഗ്നൻസി നമ്മളൊരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മളൊരു എവറി 3 വിമനെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും PCOD ഇഷ്യൂസോ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ തൈറോയിഡിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുട്ടിയുടെ അതായത് നമ്മൾ കൺസീവ് ചെയ്യുന്ന ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആ സമയത്ത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മെയിൻലി നടക്കുന്ന ആ ഒരു സമയത്താണ്. ഓക്കെ, ആ സമയത്ത് കുട്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രോത്തിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തൈറോയിഡ് ഹോർമോൺ. ഓൾറെഡി അമ്മയ്ക്കത് കുറവാണെങ്കിൽ കുട്ടിയുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇതുപോലെ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർ കൺസീവ് ആയി എന്ന് കാണുവാണെങ്കിൽ തന്നെ അപ്പം തന്നെ പോയി തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറയും ഡോക്ടേഴ്സ്, കംപ്ലീറ്റ് തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാൻ പറയും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് അതിൻ്റെ മെഡിക്കേഷൻ വരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം നോക്കി അത് റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ആ കുട്ടിക്ക് കിട്ടും. നമ്മുടെ പ്രഗ്നൻസി ജേണി നമുക്കത് കുറച്ച് ഈസിയാക്കും. ഈവൻ നമ്മുടെ പോസ്റ്റ്മോർട്ടം റിക്കവറി വരെ നമുക്ക് ഈസിയാവും. ഇനി PCODയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, നമുക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൺസ് പ്രഗ്നൻ്റ് ആയതിന് ശേഷം അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ വരും. അപ്പോൾ ഒരാൾക്കിപ്പോൾ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, ലൈക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് വരുന്ന ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആഫ്റ്റർ 5 ഇയേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 10 ഇയേഴ്സ് ആ അമ്മയ്ക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി ഒത്തിരി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അപ്പോൾ മാത്രമല്ല അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പോലും ഭാവിയിൽ ഡയബറ്റീസ് അങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള പ്രോബബിലിറ്റി അവിടെ കൂടുകയാണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിലാണ് നമ്മുടെ കുട്ടിയുടെ ഹെൽത്ത് ഇരിക്കുന്നതും ഈവൻ നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നതും. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു മേജർ പാർട്ട് ഓഫ് അവർ ലൈഫാണ്, പൂജ പറഞ്ഞതുപോലെ ഏതൊരു സ്ത്രീക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫേസ് വളരെ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് കൺസീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് പ്രഗ്നൻസി ജേണിയിൽ കിടക്കുന്നതെങ്കിൽ ഓൾറെഡി പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിക്കവറി ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആ അമ്മയ്ക്ക് പിന്നെ ആ പോസ്റ്റ്മോർട്ടം റിക്കവറി, വെയിറ്റ് കുറയ്ക്കുക, ആളുടെ ശരീരത്തിൽ തന്നെ ഒത്തിരി ഈ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ആൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ബോഡി പെയിൻ, ഇപ്പോൾ പലരോട് ചോദിച്ചാലും ഭയങ്കര, അതായത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് മറ്റേ നടുവേദന. എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നതാണ്. അതിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഇല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനത്തെ പല ഇഷ്യൂസും വരുന്നത്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഒരു വീഡിയോ കണ്ടതാണ്. അതായത് ഇപ്പം 9 months ഒരു വിമൻ ഇത്രയും കാര്യങ്ങളിൽ ഗോ ത്രൂ ചെയ്യുന്ന ഈ പെയിനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത് ആക്ച്വലി 9 months മുന്നേ അച്ഛൻ വർക്കൗട്ടും അല്ലെങ്കിൽ നല്ല ഫുഡും കാര്യങ്ങളാണെങ്കിൽ ഈ പെണ്ണിൻ്റെ
ഈ സ്ത്രീയുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അല്ലെങ്കിൽ കാരണം അതായത് 9 months മുന്നേ, അതായത് കൺസീവ് ചെയ്യണമായിട്ട് ഒരു 9 months മുന്നേ അച്ഛൻ കഴിക്കുന്ന ഫുഡ്, അച്ഛൻ എടുക്കുന്ന വർക്കൗട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇനി വരുന്ന 9 മാസം കുട്ടീനെ കൺസീവ് ചെയ്യുന്ന അമ്മയുടെ ഹെൽത്തിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു ഒരു വീഡിയോ. അത് ശരിയാണോ? കാരണം ഒരു കുട്ടിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി ജേർണി, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ഗ്രോത്തിന് അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെയും, കാരണം ഈക്വലി റോളുണ്ടല്ലോ. ഈവൻ അച്ഛനും അമ്മയ്ക്കും ഒരേ റോളുണ്ട് ഒരു കുട്ടിയുടെ ബർത്തിൽ അല്ലേ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ സ്പേം ക്വാളിറ്റി എങ്ങനെയാണ്, ഓക്കെ, അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ, ആ സ്പേം ക്വാളിറ്റി ബെറ്റർ ആവണമെങ്കിൽ അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ ഗ്രോത്ത് ആണെങ്കിലും കുട്ടിയുടെ ഹെൽത്ത് ആണെങ്കിലും, കാരണം നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു ജീൻസിൻ്റെ ഒരു റോള് എത്രത്തോളം ഒരാളുടെ ലൈഫിലുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കുട്ടി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എടുക്കാനുള്ള റോള് ആസ് പേരൻസ്, അച്ഛനും അമ്മയ്ക്കും എടുക്കാനുള്ള റോള് വലിയൊരു മേജർ പാർട്ടാണ് അതിൽ. അപ്പോൾ അമ്മ മാത്രമല്ല അച്ഛൻ, രണ്ടു പേർക്കും ഈക്വലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും വെൽ അവെയർ ആയിരിക്കണം. കൺസീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരും അവരുടെ ഹെൽത്തിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം റെക്ടിഫൈ ചെയ്ത് പ്രോപ്പർ ന്യൂട്രീഷനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ അതുകൊണ്ട് പ്രീ കൺസീവിങ് ആ ഒരു സ്റ്റേജിൽ തന്നെ ന്യൂട്രീഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും എല്ലാം ഭയങ്കര കോമൺ ആണ് അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ, ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ കമ്മിങ് ടു ദ പ്രഗ്നൻസി പീരീഡ്. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് പേര്, ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സും കുറേ പേര് നമ്മൾ ഈ പ്രഗ്നൻസി ജേർണി കാണിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതിൽ ചില ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര റെസ്റ്റ് എടുക്കുകയാണ്, ഡോക്ടർ ഇതാണ് സജസ്റ്റ് ചെയ്തത്. ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോൻ്റെ അടിയിലെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് പറയാം ഇത് എന്തെങ്കിലും കുട്ടീനെ ബാധിക്കും, ഈ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് എല്ലാം വരുന്നത്. ആക്ച്വലി പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ? ഇനി അങ്ങനെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് വർക്കൗട്ട് ആയിരിക്കും? ഇതെങ്ങനെ നമുക്ക് ഒരു ഗുഡ് ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ട്? ആക്ച്വലി പ്രഗ്നൻസി സമയത്ത് നമ്മൾ റെസ്റ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ മാത്രമേ ഡോക്ടേഴ്സ് പറയാറുള്ളൂ വർക്കൗട്ട് ചെയ്യണ്ട. പിന്നെ ഡോക്ടേഴ്സ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയില്ല എന്ത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. കാരണം ആ പ്രഗ്നൻസി സമയത്ത് നമ്മൾ മാത്രമല്ല, എക്സ്ട്രാ ഒരു ലൈഫ് നമ്മുടെ ഉള്ളിൽ ഇറ്റ് ഈസ് ഗ്രോയിങ് നോ. അപ്പോൾ അതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കും ഡോക്ടേഴ്സിനും, അവരാണത് ടേക്ക് കെയർ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ആ ഒരാൾ പോയി തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടി കാരണമായിരിക്കും ചിലപ്പം ഡോക്ടേഴ്സ് വേണ്ടാന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ കോംപ്ലിക്കേഷൻ, ചിലർക്കിപ്പോൾ സെർവിക്സ് ചിലപ്പം എന്താ പറയുന്നത് അതിനൊരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ ചിലർക്ക് ഷോർട്ട് സെർവിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രീ ടേം ലേബർ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസ് ആണെങ്കിലാണ് ഡോക്ടേഴ്സ് കംപ്ലീറ്റ്ലി റെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാവർക്കും കാണുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റേഷണൽ ഡയബറ്റീസൊക്കെ നന്നായിട്ട് നമുക്കൊരു പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഒരു 90% റോൾ എടുക്കും. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഇഷ്യൂ വരാനേ സാധ്യതയില്ല. പിന്നെ പലരും ഫേസ് ചെയ്യുന്നതാണ് ബ്ലഡ് പ്രഷർ കൂടുക ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഓരോ ട്രൈമസ്റ്ററിലും ചെയ്യേണ്ടതായിട്ടുള്ള വർക്കൗട്ട്സും ചെയ്യാൻ പാടില്ലാത്ത വർക്കൗട്ട്സും ഉണ്ട്. ഓക്കെ, അത് ദാറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ ട്രൈമസ്റ്ററും ഡിഫറെൻറ്റാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെയല്ല സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിന് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഓരോ സമയത്തെയും ഗോൾസ് ഡിഫറെൻ്റ് ആണ്, ബോഡിയിൽ അനാറ്റമിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട്സ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉള്ള ഒരാളാണെങ്കിൽ ആ സമയത്ത് പ്രോൺ പൊസിഷനിൽ കമന്ന് കിടന്നുകൊണ്ടുള്ള വർക്കൗട്ട്സ് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നേരെ മറിച്ച് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ എൻഡിൽ തേർഡ് ട്രൈമസ്റ്റർ വരുമ്പോൾ നമ്മൾ മലന്ന് കിടന്നുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം കുഞ്ഞിൻ്റെ ആ ഒരു ലോഡും ബാക്കി എക്സ്ട്രാ ഫ്ലൂയിഡ്സിൻ്റെ ലോഡൊക്കെ നേരെ സ്പൈനിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലിൻ്റെ കീഴിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. പക്ഷെ ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ്സേ കൂടുതലുള്ളൂ. അതിൻ്റെ ഇമ്പാക്റ്റ് ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മുതൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മുതൽ ആളുടെ ഫ്യൂച്ചർ വരെ ബെറ്റർ ആവും ഇഫ് ഷീ ഈസ് ഡൂയിങ് എ വർക്കൗട്ട്. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്യാനൊരു പേടി. പക്ഷേ വൺസ് യു നോ ഇറ്റ് എല്ലാവരും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പിന്നെയും പണ്ടത്തെക്കാളൊക്കെ അമ്മമാർ കൂടുതലും കൺസീവ് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി സമയത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇതിൻ്റെ ബെനിഫിറ്റ്സ്. പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് മാത്രം, പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ കീഴിൽ ചെയ്യണമെന്ന് മാത്രം.
ഇപ്പൊ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഈ വർക്കൗട്ട് ഉണ്ടല്ലോ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല, അതൊരു ഡൗട്ടാണ്. പിന്നെ അതല്ലാതെ ഈ ട്രെയിനിങ് കൊണ്ട് ഈ കുട്ടി വരുന്ന ഈ പുഷ് ഭയങ്കര ഈസി ആയിട്ട് ഇത്ര സെക്കൻഡ്സിൽ ചെയ്തു എന്നും ഈ അമ്മമാർ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ? അതെ അതെ, കാരണം പെൽവിക് ഫ്ലോർ ആണ് നല്ലൊരു റോൾ എടുക്കുന്നത്. ഇപ്പോൾ വെജൽ ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു സെർവിക്സ് അത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുന്നത് വൈഡായിട്ടാണ് ഒരു കുട്ടി, ഒരു ഹ്യൂമൻ ബേബി ആ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ പുറത്തോട്ട് വരിക. ജസ്റ്റ് ഇമാജിൻ അപ്പോൾ എത്രത്തോളം ചേഞ്ച് ആ ഒരു ബോഡിയിൽ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പെൽവിക് ഫ്ലോറിൻ്റെ കേപ്പബിലിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം പെൽവിക് ഫ്ലോർ മസിൽസ് വീക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് മേ ബി പുഷ് ചെയ്യാൻ പ്രോപ്പറായിട്ട് സാധിക്കണം എന്നില്ല. ഓക്കെ, ചെയ്യുകയാണെങ്കിൽ തന്നെ ചിലപ്പം കുട്ടിക്ക് പുറത്തോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നേരത്തെ ഈ ഒരു സ്ട്രെസ്സിന് വേണ്ടി അമ്മയെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ത്രൂ ലേബർ എക്സസൈസസ് ആളെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കും. പെൽവിക് ഫ്ലോർ മസിൽസ് ഓൾറെഡി സ്ട്രെസ് എടുക്കാൻ ട്രെയിൻഡ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഭയാനകമായിട്ടുള്ള സ്ട്രെസ് അല്ല, ഈ ഒരു പ്രോസസ്സ് എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആ മസിൽസിനുണ്ടെങ്കിൽ ആ ഒരു ഡെലിവറി പ്രോസസ്സ് മച്ച് ഈസിയർ ആയിട്ട് നടക്കും. ഇപ്പോൾ ഈ ഇത്രയും സമയം നമ്മൾ ആ വർക്കൗട്ടിൻ്റെ ഒരു ബെനിഫിറ്റ്സ് പറഞ്ഞു. പക്ഷെ ഇതേ വർക്കൗട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടോ ഡ്യൂറിങ് പ്രഗ്നൻസി? വർക്കൗട്ട് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് ഭയങ്കര ഒരു ഫോൾസ് ഒരു റിച്വൽ ആണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമ്മൾ അബ്ഡോമിനൽ പ്രഷർ കൂടാത്ത വർക്കൗട്ട്സ് വേണം പ്രഗ്നൻസി സമയത്ത് ചെയ്യാൻ. പലരും ചെയ്യുന്നതാണ് ഇപ്പോൾ ക്രഞ്ചസ്. അതിൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്രഞ്ചസ്, പ്ലാങ്ക്സ്, അങ്ങനത്തെ വർക്കൗട്ട്സൊക്കെ ഡയറക്റ്റ് നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ പ്രഷർ കൂടുന്ന വർക്കൗട്ട്സാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഡയാസ്റ്റാസിസ് റെക്ടൈനെ കുറിച്ച് പൂജയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പലരും ഇപ്പോൾ ലൈക്ക് 100% ഓഫ് ദി വിമൻ റൈറ്റ് ആഫ്റ്റർ ദ പ്രഗ്നൻസി ഇല്ലെങ്കിൽ റൈറ്റ് ആഫ്റ്റർ ദ ഡെലിവറി ഡയാസ്റ്റാസിസ് റെക്ടൈ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവർക്ക് വരും. അതായത് നമുക്ക് ഈ 6 പാക്ക് മസിൽസ് എന്ന് പറയില്ലേ, അതായത് വെർട്ടിക്കലായിട്ട് 2 മസിൽസ് നമുക്ക് ഫ്രണ്ടിൽ പോകുന്നുണ്ട് വയറിൻ്റെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് വൈഡ് ആവും ത്രൂ പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വൈഡ് ആകുമ്പോഴാണ് ആ കുട്ടിക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നത്. ഓക്കെ, ലൈക്ക് ആ ഒരു ഡെലിവറിക്ക് ശേഷം ഈ 2 മസിൽസ് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരണം. ഓക്കെ, പക്ഷെ പലർക്കും ഇപ്പോൾ മറ്റേ പ്രഗ്നൻസി സമയത്ത് തന്നെ അവർ പോസ്ചർ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തില്ല. അതുപോലെ ഇങ്ങനത്തെ വർക്കൗട്ട്സ്, അതായത് അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡയാസ്റ്റാസിസ് റെക്ടൈ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഒന്നും കൂടെ എലിവേറ്റഡ് ആവും. ആ ഒരു കണ്ടീഷൻ വരാൻ സാധ്യത ഒന്നും കൂടെ കൂടുതലാകും. കണ്ടീഷൻ വന്നാൽ പിന്നെ നമ്മൾ കുറേ പേരെ കണ്ടിട്ടില്ല, മേ ബി അവരുടെ വെയിറ്റ് കുറയും. ഓക്കെ, ലൈക്ക് ആഫ്റ്റർ ഡെലിവറി അവരുടെ കംപ്ലീറ്റ് ബോഡിയിൽ വെയിറ്റ് പോയിട്ടുണ്ടാവും, പ്രഗ്നൻസി വെയിറ്റ്, പക്ഷെ വയറ് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ റീസൺ അവർക്ക് ഈ ഡയാസ്റ്റാസിസ് റെക്ടൈ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ബൾജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അതിന് തന്നെ റീഹാബിലിറ്റേഷൻ ആയിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ട്. ഓക്കെ, അത് തന്നെ ചെയ്യണം. നമ്മളത് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഡയാസ്റ്റാസിസ് റെക്ടൈ ഇഷ്യൂസ് ആയിട്ടുള്ള ക്ലയൻസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീഹാബിലിറ്റേഷൻ വർക്കൗട്ട്സ്, അതുപോലെ ആ അബ്ഡോമിനൽ പ്രഷർ കൂടാത്ത രീതിയിലുള്ള വർക്കൗട്ട്സ് തന്നെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ റെക്ടിഫൈ ആവുള്ളൂ. ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ് പ്രഗ്നൻസിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം പൊതുവേ എല്ലാവരും ആ സമയം റെസ്റ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, കാരണം ബോഡി ഇത്രയും വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ പോകുന്നൊരു സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞ് എപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ എന്തൊക്കെ വർക്കൗട്ട്സ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ബിഗിനിങ് എങ്ങനെയായിരിക്കണം, പിന്നെ എന്തൊക്കെയായിരിക്കും നമുക്ക് മിസ്റ്റേക്സ് ആയിട്ട് ഇപ്പോഴത്തെ അമ്മമാർ ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങളും. ആക്ച്വലി നമ്മൾ പൊതുവേ ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ് നമുക്ക് റെസ്റ്റാണ് വേണ്ടതെന്ന്. റെസ്റ്റ് വേണം, അത് നെസസറി ആണ് ലൈക്ക് ആഫ്റ്റർ ഡെലിവറി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വർക്കൗട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കുക. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഫിസിയോതെറാപ്പി വർക്കൗട്ട്സ് പറഞ്ഞു കൊടുക്കും, അല്ലേ? ഇപ്പോൾ കാലിൻ്റെ സർജറി കഴിഞ്ഞു, അവിടെ അവർ ഫിസിയോതെറാപ്പി ചെയ്യും. എന്നാൽ ഇതുപോലെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയല്ലേ നമ്മുടെ പ്രഗ്നൻസി. ചിലപ്പോൾ C-സെക്ഷൻ എന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ 7 layers ഓഫ് ലൈക്ക് ആ 7 layers ആണ് നമ്മൾ കട്ട് ചെയ്ത് ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കുട്ടീനെ പുറത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മേജർ ഒരു ലൈഫ് ഇവൻറ്റ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനൊരു ഫിസിയോതെറാപ്പി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ എന്നോ ഇല്ലെങ്കിൽ ഇതിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് ഒരു എന്താ പറയുക ഒരു നെസസിറ്റി ആയിട്ട് എവിടെയും ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. നേരെ മറിച്ചിട്ട് വേറെ എന്ത് സർജറി ആണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവരെ ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കും. നമ്മൾ ലൈക്ക് ആഫ്റ്റർ ഡെലിവറി നമ്മളെപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്യാണ്. ഇങ്ങനെ കോർ സ്ട്രെങ്തനിങ്ങിനൊന്നും നമ്മൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതാണ് പിന്നീട് പലർക്കും ബാക്ക് പെയിൻ ഇഷ്യൂസ്, ടെയിൽ ബോൺ പെയിനൊക്കെ അങ്ങനെ പല ഇഷ്യൂസ് വരുന്നത്. നമ്മൾ ഈ നേരത്തെ തന്നെ ഇതിൻ്റെ ട്രെയിനിങ്
ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഡെലിവറി കഴിഞ്ഞ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഡെലിവറി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ വെജൈനൽ ഡെലിവറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരു 45 ഡേയ്സിന് ശേഷം, അതായത് ഡെലിവറി കഴിഞ്ഞ് ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് ഒരു 45 ഡേയ്സ് കഴിയുമ്പോൾ ഷീ ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ പിന്നെ ഒരു ഗൈനക്കിൻ്റെ ഒരു അപ്രൂവലും കൂടെ എടുക്കാറുണ്ട്. കാരണം പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള ആളായിരുന്നോ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗൈനക്കിൻ്റെ ക്ലിയറൻസ് കൂടെ നമ്മൾ എടുക്കാൻ പറയാറുണ്ട് ഫോർ എ സേഫർ സൈഡ്. പക്ഷേ എന്നാലും ഇൻ ജനറൽ വെജൈനൽ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 45 ഡേയ്സിൽ തന്നെ ആൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നേരെ മറിച്ച് സി സെക്ഷൻ കഴിഞ്ഞ ആളാണെങ്കിൽ നമ്മൾ പറയാറ് സി സെക്ഷൻ്റെ ആ ഒരു മറ്റേ സ്കാർ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഹീൽ ആവണം. കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആൾ കംഫർട്ടബിൾ ആയിരിക്കണം അത് ചെയ്യാൻ. മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴൊന്നും ആൾക്ക് പെയിനോ ഇല്ലെങ്കിൽ പിന്നീട് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വൺസ് ആ ഒരു സി സെക്ഷന്റെ സ്കാർ കംപ്ലീറ്റ്ലി ഹീൽ ആയതിനു ശേഷം ഷീ ക്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ ഐ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ചെറിയ പരിപാടി ഉള്ളതുകൊണ്ട് ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഡയറ്റും നമുക്കിപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു വിമൻ ബോഡിയിൽ ഈവൻ ദോ നമ്മൾ മെന്നനായാലും എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു ടോട്ടൽ അവെയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു വോണ്ട് മോർ കോണ്ടന്റ് ഓൺ ദിസ് ടോപ്പിക്. ഞങ്ങൾക്കിപ്പോൾ മാമിനെ ഇനിയിപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ നമ്മുടെ ആൾക്കാർക്ക് മാമിനെ കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യേണ്ടത്? ലൈക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫിറ്റ് ബേ വിത്ത് പൈ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അവിടെ തന്നെ ആ ഒരു പ്രൊഫൈലിൽ എന്നെ DM ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ തന്നെ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ത്രൂ വാട്സാപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ പോരാതെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാമും എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ദൃശ്യ, നമ്മുടെ ഈ ഒരു ഷോയിൽ വന്നതിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്ത കുറേ സോണിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് പിങ്ക് ഇറ്റ്.